ഒന്ന് ഹല്ലേലൂയ പറയാമല്ലോ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാല വേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ പാദാന്തിയായിരിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏപ്രിൽ മാസവും 3 ദിവസക്കാലം ദൈവസഭയായി ദൈവപാദാന്തിയെ ചേർന്നിരിക്കാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നല്ലോ. ഇന്ന് വൈകിയ നിമിഷം മുതൽ നാം ആയിരിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വർധനവിനും ഭൗമിക വിടുതലിനും അത് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലവും നമ്മുടെ മധ്യേ ദൈവത്തിൻ്റെ സന്ദേശവുമായി സ്വർഗീയമായ ദൈവം അയച്ചിരിക്കുന്നത് കർത്താവിൽ ശ്രേഷ്ഠനും പ്രസിദ്ധനുമായ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു ദാനിയേൽ ഓദറയാണ്. ദൈവവൃത്തിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവസഭയ്ക്ക് വളരെ പരിചയമുള്ളൊരു മുഖമാണ്. ദൈവത്തിൻ്റെ ദാസനെ ദൈവസഭയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടും വളരെ പ്രത്യാശയോടും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ള വാഞ്ചയോടും നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ ഇന്ന് വൈകിയ നിമിഷമായിരിക്കാം. തുടർന്നുള്ള നിമിഷം ശുശ്രൂഷകൾക്കായി ദൈവദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം 6-ാമത് വാക്യം വായിക്കാം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. ദൈവദാസൻ പ്രിയ ജോമോൻ പാസ്റ്റർ വളരെ അനുഗ്രഹീതനായൊരു ശുശ്രൂഷകൻ, കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ബഹുമാന്യ കർത്തദാസൻ, ഈ സഭയുടെ ചുമതലകൾ കർത്താവിൻ്റെ ദാസൻ തുടർന്ന് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു, വഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിനെ ഓർത്തും സ്തോത്രം. PMG സഭയുടെ ബഹുമാനരായ ദൈവമക്കൾ, വിശേഷിച്ച് പ്രിയ കിരൺ ബ്രദർ, മറ്റ് ബഹുമാനരായ പ്രിയപ്പെട്ടവർ, എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പല പ്രാവശ്യം ഇവിടെ വന്ന് ശുശ്രൂഷിച്ചിട്ട് പോകാനുള്ള അവസരം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കാൻ പലയാവർത്തി ദൈവം അവസരങ്ങളെ നൽകി. അതെല്ലാം എൻ്റെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ശുശ്രൂഷ മേഖലകളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, ആത്മീയ അനുഗ്രഹങ്ങൾ ശുശ്രൂഷയിൽ പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. PMG സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. അനേക ദൈവദാസന്മാർ വന്നു പോകുന്ന ഒരു അനുഗ്രഹീത ചർച്ചാണല്ലോ പാളയം PMG സഭ. അനുഗ്രഹീതരായ നേതൃത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന, ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന അനവധി ദൈവദാസന്മാരെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ നിമിഷം തിരുവെഴുത്തുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ കഴിഞ്ഞതിൽ കർത്താവിനെ ഞാൻ അതിയായി സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ വായിച്ച വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് വേഗത്തിൽ ഈ രാത്രി യോഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ദൈവമക്കളായിരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശബ്ദമുയർത്തി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വന്നേക്കാൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി ശക്തി കുറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ആൾ കുറഞ്ഞുകൊണ്ടായിരിക്കും, കുഴപ്പമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കർത്തദാസൻ വിളിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ദൈവമക്കൾ വചനം കേൾക്കാനുള്ള ആഗ്രഹവും താല്പര്യമുള്ള ഒരുപാട് ദൈവമക്കൾ ഇവിടെ ഉണ്ട്. അതിൽ ഞാൻ കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ ഒരു നിമിഷം. ഹല്ലേലൂയ.
ഓ യേശുവൻ സ്വന്തം ഹല്ലേലൂയാ. ഈ സ്നേഹബന്ധം നിൽക്കും സദാ, മരണത്തോളം സ്നേഹിക്കും താൻ, നിത്യതയോളം സ്നേഹിക്കും താൻ. യേശുവൻ സ്വന്തം ഹല്ലേലൂയാ. ഈ സ്നേഹബന്ധം നിൽക്കും സദാ, മരണത്തോളം സ്നേഹിച്ചു താൻ, നിത്യതയോളം സ്നേഹിക്കും താൻ. എനിക്കു പാട്ടും പ്രശംസയോ ദൈവക്കും ഞാടോ തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയോ ദൈവ കുഞ്ഞാടും തൻ കുരിശും. യേശുവൻ സ്വന്തം ഹല്ലേലൂയാ. എന്നോട് ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ. കണ്ടാലും സർവം പുതിയതായി. യേശുവൻ സ്വന്തം ഹല്ലേലൂയാ. എന്നോട് ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ. കണ്ടാലും സർവം പുതിയതായി. കണ്ടാലും സർവം പുതിയതായി. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ശാന്തമായി ദൈവശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. വചനം വിഭജിച്ച് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ നമ്മുടെ കരവും ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. അതിന് അവൻ ഈ പട്ടണത്തിലൊരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു. പഴയ നിയമ പുസ്തകത്തിലെ അനുഗ്രഹീതനായൊരു പ്രവാചകനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ശമൂവേൽ എന്ന പ്രവാചകൻ. ശമൂവേൽ എന്ന പ്രവാചകനെ നമുക്കറിയാം, ഹന്നായിക്ക് പ്രാർത്ഥനയിലൂടെ കിട്ടിയ ഒരു മകനാണ്. നിരന്തരം പ്രാർത്ഥിച്ചു. ഹന്ന പ്രാർത്ഥിച്ചൊക്കെ നമുക്കറിയാം. ആലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അവരുടെ വേദനകളും സങ്കടങ്ങളും ഒക്കെ പകർന്ന് ദൈവസനിൽ പകർന്ന് പ്രാർത്ഥിച്ചെന്നാണ് എഴുതിയത്. ദൈവം അവൾക്കൊരു ആൺമകനെ കൊടുത്തു, ഒരു ആൺസന്തതിയെ കൊടുത്തു. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് അവനെ വേർതിരിച്ചു. അവൻ വളർന്നു. അവൻ വളർന്ന നിലവാരങ്ങളും അവൻ വളർന്ന സ്ഥലവും നമുക്കറിയാം. ഒരിക്കലും ഒരാത്മീക വളർച്ച കിട്ടാൻ പറ്റുന്ന സ്ഥലമല്ല. കാരണം അതുപോലെ ആത്മീക അധപ്പതനം സംഭവിച്ച കാലത്താണ് ശമൂവേൽ വളരുന്നത്. ആത്മീക അധപ്പതനം. ഏലിയുടെ മക്കൾ ഒഫ്നിയും ഫിനെഹാസും അവർ രണ്ടുപേരും
ആ ആലയത്തിൽ വളർന്നതും അവർ ചെയ്തതുമൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നത് വായിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അത് വായിക്കണ്ട. ഇപ്പം നമ്മളുടെ ചെയ്തി വായിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിനല്ല എഴുതി വച്ചേക്കുന്നത്. അതുപോലെ പാപം ചെയ്ത 2 മക്കൾ, ഏലിക്ക് 2 എണ്ണം. ഒരുപാട് എന്തിനാ, 2 എണ്ണം മതിയല്ലോ, 2 എണ്ണം. അവർ ആലയത്തിൽ മുപ്പല്ലിയുമായിട്ട് വന്നതല്ലേ, ആലയത്തിൽ മുപ്പല്ലിയുമായി വന്നിട്ട് മാംസം വേകുന്നതിന് മുമ്പേ കുത്തിയെടുക്കുന്നു. ഈ മുപ്പല്ലി സത്യത്തിൽ എന്തിനുള്ളതാ? യാഗപീഠത്തിൽ വേകാതെ തെറിച്ചു പോകുന്ന മാംസക്കഷണങ്ങൾ കുത്തിയെടുത്ത് അങ്ങോട്ട് വെക്കാനാണ് ഏതാ, മുപ്പല്ലി. പക്ഷെ ഇവരെന്തിനാ കുത്തിയെടുക്കുക. അപ്പം ഈ പുരോഹിതന്മാർ പറയുന്നുണ്ട് വെന്തട്ട് ശേഷം തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരതിന് മുമ്പ് എന്ത് ചെയ്യുക, കഴിക്കുക. പിന്നെ എഴുതി വച്ചിരിക്കുന്ന യാഗപീഠത്തിൻ്റെ അരികത്ത് വെച്ച് പാപം ചെയ്തെന്ന കഠോരമായ പാപമായിരുന്നു. ആ കാലത്താണ് ആര് വളരുന്നത്? ശമൂവേൽ വളരുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവകൃപയിൽ വളരുന്ന ഒരു ദൈവത്തിനോട് പറയാം, ഈ പരിസ്ഥിതി മോശമാണെങ്കിലും ആത്മീകമായ അധപ്പതനങ്ങൾ ചുറ്റുപാടുണ്ടെങ്കിലും ഒരാത്മീകന് നന്നായിട്ട് വളരാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഏതാണ്ട് ഏലി പുരോഹിതന്റെ കാലഘട്ടമാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടം. അതുപോലെ അധപ്പതനം സംഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുപോലെ തകർച്ചയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ കാലത്താണ് ശമൂവേൽ വളർന്നു, പ്രവാചകനായി മാറി. താൻ മുതൽ ബേർശേബ വരെയൊക്കെ ഇവൻ പ്രസിദ്ധനായ പ്രവാചകനാണെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. നന്നായി പ്രവചിച്ച മനുഷ്യനാണ്. ഈ മനുഷ്യനെ പറ്റി, പ്രവാചകനെ പറ്റി ആ 9:6 പറയുന്ന പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷൻ ഉണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്കവിടെ പോകാം. അടുത്ത, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പ്രവാചകന്മാരെ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ അവരിലൊക്കെ അതുല്യനായ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനുണ്ട്. അത് നസ്രയനായ യേശുക്രിസ്തുവാണ്. നിങ്ങൾക്ക് അത്രയും പറഞ്ഞിട്ട് ഒരു നല്ല ഒരു ഉറക്കെ ഒരു ഹല്ലേലൂയ പറയാമായിരുന്നു യേശുക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ. സ്തോത്രം. പ്രവാചകന്മാർ ഒരുപാടുണ്ട്. യെശയ്യാവ് വലിയ പ്രവാചകൻ, ഇരമ്യാവ് വലിയ പ്രവാചകൻ, യെഹെസ്കേൽ വലിയ പ്രവാചകൻ, ദാനിയേൽ വലിയ പ്രവാചകൻ, പിന്നെ ഹബക്കൂക്ക് മുതലായിട്ടുള്ള ചെറിയ പ്രവാചകന്മാർ വേറെ, പിന്നെ പുതിയ നിയമത്തിലെ പ്രവാചകന്മാർ, പ്രവാചകിമാർ. സ്തോത്രം. ഈ പ്രവാചകന്മാരെ മുഴുവൻ എടുത്താൽ 66 പുസ്തകത്തിൻ്റെ അകത്ത് ഏത് പ്രവാചകന്മാരെ എടുത്തു നോക്കിയോ അവരിൽ ഒക്കെ ശ്രേഷ്ഠനാ നിൽക്കുന്ന പ്രവാചകൻ നസ്രയനായ യേശുക്രിസ്തു. ആരാധിക്കാൻ കൊള്ളാവുന്ന, വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ഏറ്റെടുക്കാൻ കൊള്ളാവുന്ന, അനുധാവനം ചെയ്യാൻ കൊള്ളാവുന്ന ഒരേ ഒരു വ്യക്തിയാണ്, അത് നസ്രയനായ യേശുക്രിസ്തു മാത്രമാണ്. സ്തോത്രം. അതുകൊണ്ടല്ലേ പറയുന്നത്, അവൻ പ്രവാചകന്മാരെക്കാൾ വലിയവൻ, അവൻ ശലോമോനേക്കാൾ വലിയവൻ, അവൻ ആലയത്തെക്കാൾ വലിയവൻ. സ്തോത്രം. അവനാണ് ഏറ്റവും ശ്രേഷ്ഠ പ്രവാചകൻ. അതിനൊരു തെളിവിനൊരു വാക്യം ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ടെ. പ്രവാചകനായ നസ്രയനായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ളത് തന്നെ. അപ്പോൾ അവിടെ കണ്ട ആ പ്രവാചകന്റെ പ്രത്യേകത ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എടുത്ത് നോക്കിയോ, പ്രവാചക ശ്രേഷ്ഠൻ യേശുക്രിസ്തുവാണ്. കാരണം ഒരു കുറവും പറയാനില്ല. നമുക്കറിയാമല്ലോ, ഇന്നത്തെ നമ്മുടെ കാലത്തെ പ്രവാചകന്മാർ കൊച്ച് ആണാണെന്ന് പറയും, പക്ഷെ ജനിക്കുമ്പം പെണ്ണായിരിക്കും. ഞാനത് മിക്കവാറും ഒക്കെ ഇടത്ത് പറയാറുണ്ട്. എന്നോടൊരിക്കൽ PC ചെറിയാൻ പാസ്റ്റർ പറഞ്ഞതാണ്. PC ചെറിയാൻ പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞതാണ്, പുള്ളിക്ക് 3 പെൺകുട്ടികളാണ്. അതിൽ 3-ാമത്തെ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ ഒരു പ്രവാചകി വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രവചിച്ചു പറഞ്ഞു, മകനെ, നിനക്ക് ഞാനൊരു ആൺതരിയെ തരും,
അവനെ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ വേർതിരിക്കും. നിന്റെ കാലശേഷം തിരുവെഴുത്തും ചുമന്നുകൊണ്ട് വിവിധ ഇടങ്ങളിൽ പ്രസംഗിക്കും, പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. എന്നോട് പാസ്റ്റർ പറഞ്ഞത് ആരാധിച്ചിടപാട് വന്നെന്ന്. കാരണം 2 പെൺകുട്ടികൾ നിലവിലുണ്ട്. അപ്പം 3-മത്തത് ആൺകുട്ടിയാണെന്നും കണ്ട് ഈ ദൂത് കേട്ടപ്പോൾ പുള്ളി ആരാധിച്ച് ഇടപാട് വന്നെന്ന്. അതുപോലെ കൈയടിച്ച് ഏറ്റെടുത്തു. കുട്ടി ജനിച്ചത് പെണ്ണായിപ്പോയി. അപ്പോൾ ഈ പ്രവാചികയെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ വൈഫ് പ്രസവിച്ചു, ജനിച്ചത് പെൺകൊച്ചായിപ്പോയി എന്ന് പറഞ്ഞ് പ്രവാചക വിളിച്ച് പറഞ്ഞപ്പോൾ പ്രവാചക ഇങ്ങോട്ട് പറഞ്ഞത്, അത് ദൂത് ഏറ്റെടുത്താൽ പോരാ, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ദൂത് മറിഞ്ഞു പോകാൻ. അപ്പം നമ്മുടെ നാട്ടിലെ പ്രവാചകന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവചനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. കൊച്ചാണാകാനും സാധ്യതയുണ്ട്, കൊച്ചു പെണ്ണാകാനും സാധ്യതയുണ്ട്. അതാണ് ഇന്നത്തെ പ്രവാചകന്മാർ. ഇനി ഏറ്റവും കൂടുതൽ ഞാൻ പറയാം, ഏത് പ്രവാചകന്മാർ പ്രവചിച്ചാലും നമ്മളെക്കുറിച്ച് പറയുന്നത് മുഴുവൻ വണ്ടി കിട്ടും, വീട് കിട്ടും, പിള്ളേർക്ക് ജോലി കിട്ടും, ആൺകൊച്ച് കിട്ടും, പെങ്കൊച്ച് കിട്ടും, കാറ് കിട്ടും, വീട് കിട്ടും, സ്ഥലം മേടിക്കാൻ പറ്റും. ഒരു പുതിയ ഓഫർ എന്ത് വരുന്നുണ്ട്. ഒരു പുതിയ രാജ്യത്തിൻ്റെ വാതിൽ തുറക്കുന്നുണ്ട്. യൂറോപ്പിൻ്റെ വാതിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, യൂറോപ്പിൻ്റെ വാതിൽ അവിടെ അടച്ചിട്ടേക്കുക അല്ലല്ലോ, തുറന്നിട്ടേക്കല്ലേ. പോകണമെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ, പാസ്പോർട്ട് വേണം, വിസ വേണം, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനുള്ള കാശും വേണം. ഇത്രയൊക്കെ കൊണ്ട് പോയിട്ട് വരാം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും, ഇന്നത്തെ കാലത്ത് ഈ രാജ്യങ്ങളിൽ പോകുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും അല്ല. നിസ്സാരമായിട്ട് ആളുകൾ ഡൽഹി പോയിട്ട് വരുന്നവരാണ് UK പോയിട്ട് വരുന്നത്, അല്ലേ ജോമോൻ പാസ്റ്ററെ? ഇപ്പം നിങ്ങളോട് ഞാൻ അങ്ങനെ പ്രവചിച്ചാൽ നിങ്ങൾ ആരാധിക്കുകയും ചെയ്യും, നിങ്ങൾ ബലപ്പെടുകയും ചെയ്യും. എന്നതുകൊണ്ട് ഇതൊന്നും പോകത്തില്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ കേട്ടോ, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. അപ്പൊ യേശുക്രിസ്തുവിന്റെ വാക്ക്, അവന്റെ പ്രവൃത്തി വിശ്വസിക്കാം. കാരണം അവന്റെ പ്രവൃത്തി പോലാണ് പ്രസംഗം, അവന്റെ പ്രസംഗമാണ് ജീവിതം, അവന്റെ ജീവിതമാണ് പ്രസംഗം. അതാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത. സ്തോത്രം. ഈ ഇഷ്ടം പോലെ പ്രസംഗകരുള്ള കാലമാണ്, ഇഷ്ടം പോലെ. ഭൂരിപക്ഷം എടുത്തുകൊണ്ട് നിൽക്കൂ, പ്രസംഗം വേറെ, പ്രവൃത്തി വേറെ. പ്രസംഗിക്കുന്നിടത്ത് ഏരിയ പോലും വരത്തില്ല ജീവിതം, ആ ഏരിയ വരത്തില്ല. പക്ഷെ ഞാൻ പറയാം, മനുഷ്യനെ വിശ്വസിക്കരുത്. ശലോമോൻ പോലും പറഞ്ഞിട്ടുണ്ട്, മൂക്കിൽ ശ്വാസമുള്ള ആരെയും വിശ്വസിക്കരുത്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ പരിചയപ്പെടുത്താം, അത് നസറേനെ യേശുക്രിസ്തുവാ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുക്രിസ്തുവിനെ മാത്രം വിശ്വസിക്കാം, അന്ധമായി വിശ്വസിക്കാം. കാരണം അവൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറുന്നവനല്ല. അവന്റെ വാക്ക് ഊവെന്ന് തന്നെയാണ്. അവൻ എന്നോടും നിങ്ങളോടും വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ അവൻ ശക്തനാണ്, അവൻ വിശ്വസ്തനാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ആ വാക്യമൊക്കെ എന്ത് ക്ലിയർ ആയിട്ട് എഴുതിയേക്കുന്നു. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ നസറേനായ യേശുക്രിസ്തു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരാണല്ലോ ഈ കാര്യം പറയുന്നത്. കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ഇല്ല എന്ന് തർക്കിച്ചും വാദിച്ചും പോകുമ്പോൾ യേശുദാനും അവരോട് ചേർന്ന് നടന്നു. നിങ്ങൾ തർക്കിക്കുന്നതും വാദിക്കുന്നതും വിഷയം എന്ത് എന്നാരാഞ്ഞ് അന്വേഷിച്ചു വന്നപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ തർക്കിക്കുന്ന വിഷയം ഏത് എന്ന് ക്രിസ്തു അവരോട് ചോദിക്കുമ്പോൾ അവർ അവനോട് പറയുകയാണ്, സ്തോത്രം, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ, ദൈവത്തിന്റെ മുൻപാകെ, ജനത്തിന്റെ മുൻപാകെ, ദൈവത്തിന് അയച്ച പിതാവിന്റെ മുമ്പിൽ യേശുക്രിസ്തു വിശ്വസ്തനായിരുന്നു. ജനത്തിന് നടുവിലും അവൻ വിശ്വസ്തനായിരുന്നു. സ്തോത്രം. അതാ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത. ഞാനും നിങ്ങളും അവനെ ആരാധിക്കാൻ കാരണം അത് തന്നെയാണ്. എന്താ? അവനെ വിശ്വസിക്കാൻ കൊള്ളാം. സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പീലാത്തോസ് പോലും പറഞ്ഞ ഒരു പ്രയോഗമില്ലേ, ഈ നീതിമാൻ രക്തത്തിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. അവൻ
കൈ കഴുകി മാറിപ്പോയെന്ന്. പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞത് എന്താ? ആ നീതിമാൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. സ്തോത്രം. ഇനിയും 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദ പറഞ്ഞെന്നറിയാമോ? ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. സ്തോത്രം. എവിടെ നിന്ന് നോക്കിക്കോ, ഒരു കുറവും പറയാനില്ലാത്ത, കുറ്റവും പറയാനില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് നസ്രേനായ യേശു ക്രിസ്തുവാണ്. ഹരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ലക്ഷോലക്ഷം പ്രിയന്മാരിൽ എൻ്റെ പ്രിയനാണു തമ പ്രിയൻ. ലക്ഷോലക്ഷം പ്രിയന്മാരിൽ എൻ്റെ പ്രിയനാണു തമ പ്രിയൻ. അവൻ മാത്രം മതിയെനി ഇകത്തിലും പരത്തിലും പാടിയാനെന്നിക്കും. മമ പ്രിയനെ നിജ ഗുണഗണങ്ങൾ 10 കമ്പിയുള്ള വീണയിൽ പാടിയാനെന്നിക്കും. ഹല്ലേലൂയ. ലക്ഷോലക്ഷം പ്രിയന്മാരിൽ വെച്ച് നോക്കിയാൽ അവരിൽ ശ്രേഷ്ഠൻ യേശുക്രിസ്തു. കൊള്ളാവുന്ന ഒരാളുണ്ടെങ്കിൽ യേശുക്രിസ്തു മാത്രം. കൊള്ളാവുന്ന ഒരാൾ യേശുക്രിസ്തു മാത്രം. എവിടെ നിന്നാലും എടുത്തു വെക്കാൻ കൊള്ളാവുന്ന ആൾ, ആരാധിക്കാൻ കൊള്ളാവുന്നത്, സ്തുതിക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ, ബഹുമാനത്തിന് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ, കൊള്ളാവുന്ന ഒരാൾ യേശുക്രിസ്തു മാത്രമാണ്. സ്തോത്രം. അപ്പൊ പറഞ്ഞു വരാം, ദൈവത്തിനും മനുഷ്യർക്കും മുൻപാകെ, ദൈവത്തിന്റെ മുൻപാകെയും ജനത്തിന്റെ മുൻപാകെയും, ഈ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി. ദൈവസന്നിധിയിലും വിശ്വസ്തരായിരിക്കണം, മനുഷ്യരോടും സഭയ്ക്കകത്തും നമ്മൾ വിശ്വസ്ത കാണിക്കണം, വീട്ടിലും വിശ്വസ്ത കാണിക്കണം, ദൈവസന്നിധിയിലും വിശ്വസ്തരായിരിക്കണം. ഈ ചിലര് ഈ ആത്മീയത്തിൽ വലിയ ഭക്തി കാണിക്കുന്നുണ്ട് അല്ലേ? ആത്മീയത്തിൽ വലിയ ഭക്തിയും പ്രാർത്ഥനയും. ഇപ്പം കഴിവിടത്തോളം നല്ല വെള്ളം ഇടാമെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. വീട്ടിൽ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. സ്തോത്രം. അപ്പം വീട്ടിൽ വേറൊരു സ്വഭാവം, സഭയ്ക്കകത്ത് വേറൊരു സ്വഭാവം. ഈ പുൽപ്പിറ്റിൽ വേറൊരു ആത്മീയൻ, ഇത് വിടുമ്പം വേറൊരു മനുഷ്യൻ. ഈ പുൽപ്പിറ്റിൽ അതെ ഇപ്പം എപ്പോഴും ഇപ്പം ഇതുപോലെ ഈ ടൈപ്പിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. ഒരു കാപ്പിതാ സ്തോത്രം, ഇച്ചിരി ചോറുതാ സ്തോത്രം, എപ്പോഴും ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. നമുക്ക് സമയത്തിന് കാപ്പി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പം വേറൊരു ആത്മാവ് വരും. എന്നാലും നമുക്ക് ഈ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്നവരല്ലേ? സ്തോത്രം. ഏറെക്കുറെ നമുക്കൊരു വിശുദ്ധ ജീവിതം വേണ്ടേ? സ്തോത്രം. അത് സ്വന്തം വീട്ടിലും സഭയിലും ദൈവസന്നിധിയിലും വിശ്വസ്തനായിരിക്കണം. മോശെപ്പറ്റി പറഞ്ഞു കേട്ടോ, അവൻ ദൈവഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ളവരെ കണ്ടു കിട്ടാൻ പാടാ. എങ്ങനെയുള്ളവരെ? വിശ്വസ്തരെ കിട്ടണം. ഈ സങ്കീർത്തനത്തിൽ അയ്യം വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്നു. അപ്പൊ ഏറ്റവും ഈ ഭക്തൻ കരയാൻ കാരണം ഈ രണ്ടു കൂട്ടരും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന്, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ കുറഞ്ഞു വരുന്നു. ഈ കാലത്തിന് നടുവിലാണ് കൃപ പ്രാപിച്ച ദൈവമക്കളെ ഞാനും നിങ്ങളും നിൽക്കുന്നത്. സ്തോത്രം ചെയ്താട്ടെ. ഒരുപാടൊന്നും അഭിമാനിക്കാനില്ലെങ്കിലും ദൈവമേൽപ്പിച്ച കുടുംബം, ദൈവമേൽപ്പിച്ച സഭ, ദൈവമേൽപ്പിച്ച ശുശ്രൂഷ, ദൈവമേൽപ്പിച്ചത് എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ വിശ്വസ്തനായിരിക്കാൻ ഞാൻ ആയിരിക്കുന്നു എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുന്ന ദൈവമക്കൾ ഒരുമിച്ച് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നെ ദൈവം ഏൽപ്പിച്ച ഏത് കാര്യത്തിനും ഞാൻ വിശ്വസ്തനാണെന്ന് എത്ര പേർക്ക് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയും? അത് ദൈവത്തിന് പറയാൻ കഴിയും. യേശുക്രിസ്തു അതല്ലേ പറഞ്ഞ, അവൻ ദൈവത്തിന്റെ മുൻപാകെ ജനത്തിന്റെ മുൻപാകെ പ്രവൃത്തിയിലും
വാക്കിലും ശക്തിയുള്ള പ്രവാചകൻ. അവന്റെ വാക്കിന് ശക്തിയുണ്ട്, അവന്റെ പ്രവൃത്തി ശക്തമാണ്. ഇനി ഈ പരീശന്മാരുടെ കാര്യവും യേശുക്രിസ്തുവിന്റെ കാര്യവും വച്ച് നോക്കുമ്പോൾ ഈ പരീശന്മാർക്ക് പ്രത്യേകത. ഈ വചനം ഇവിടെ വരാൻ തന്നെ കാരണമുണ്ട്. ഈ പരീശന്മാരുടെ പ്രത്യേകത അറിയാമോ? മത്തായി സുവിശേഷം 23-ാം അധ്യായം എടുത്താട്ടെ. 23-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു. നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവീൻ, അവരുടെ പ്രവർത്തികൾ പോലെ നിങ്ങൾ ചെയ്യരുത്. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. അതാണ് ഈ പരീശന്മാരുടെ പ്രത്യേകത. ഭയങ്കര പറച്ചില്ല, ഭയങ്കര പ്രസംഗമായാലും പ്രസംഗം ഊറ്റം പ്രസംഗമാണ്. കൊള്ളാം, നമ്മളായാലും പറയും കൊള്ളാം, നല്ല പ്രസംഗം, ആള് കൊള്ളാം, ശുപാർശം കുഴപ്പമില്ല, കുറേ നാളായിട്ട് ഇവിടെ വരുന്നുണ്ട്, കുഴപ്പമില്ല, തലക്കേടില്ലാതെ പോകുന്നു, സ്തോത്രം. ഇപ്പം നിങ്ങളിപ്പോൾ എന്നെ കാണുന്നല്ല, ഈ വേഷത്തിലല്ല കണ്ടിട്ടുള്ളൂ, ഈ വേഷത്തിലേ കണ്ടുള്ളൂ. ഇവിടെ പരീശന്മാരുടെ പ്രത്യേകത. പരീശൻ്റെ പ്രത്യേകത പറയുമ്പോൾ പരീശൻ്റെ ഒരു വേറൊരു ഗുണമുണ്ട്. പരീശൻ്റെ അവനെ ആഴ്ച 3 വട്ടം ഉപവസിക്കും, പിന്നെ എല്ലാത്തിനും പ്രധാനം കൊടുക്കും. ഇഞ്ചയ്ക്കും പിന്നെ ചതുകുപ്പയ്ക്കും ജീരകത്തിനും ഇതിനെല്ലാം എന്ത് കൊടുക്കും? പതാരം കൊടുക്കും. എന്നിട്ട് ഇവൻ ഒട്ടകത്തെ വിഴുങ്ങിയിട്ട് വന്ന് കൊതുകിനെയിട്ട് അരിക്കുന്നത്. പരീശന്റെ പ്രത്യേകത കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ ക്ലാവ് പിടിച്ചിരിക്കുന്നു. ശവക്കോട്ട കണ്ടിട്ടുണ്ടല്ലോ, സെല്ല് കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ പ്രത്യേകത എന്താ? പുറമേ നല്ല ഒന്നാം തരം വൈറ്റ് സിമെൻ്റ് അടിക്കുക, അകത്ത് മുഴുവൻ മനുഷ്യൻ്റെ അസ്ഥികളും അഴുക്കും നിറഞ്ഞിരിക്കുന്ന, പുറമേ നല്ല പെയിൻ്റാ. ഇത് ആ പരീശൻ്റെ പ്രത്യേകത. പരീശന്മാരുടെ പ്രവൃത്തികൾക്കെതിരെ, പരീശൻ്റെ പ്രവൃത്തികൾക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ച ഒരാളുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. സ്തോത്രം, സ്തോത്രം. പരീശഭക്തി കാണിക്കുന്ന ഒരുപാടുണ്ട്. പരീശഭക്തി അത് ജീവിതത്തിലില്ല, പ്രവൃത്തിയിലില്ല. ആദരവ്യായാമം, ആദരവ്യായാമം നടത്തുന്നു, ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു. അതരം കൊണ്ട് അവർ ദൈവത്തെ പുകഴ്ത്തുന്നു, പക്ഷെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? അകന്നിരിക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആത്മീയത്തിലുണ്ട്, പാടാനുണ്ട്, ആടാനുണ്ട്, ചാടാനുണ്ട്, തുള്ളാനുണ്ട്, പക്ഷേ ഇതൊന്നും ജീവിതത്തിൽ ഇല്ലാതെ വരുന്നു. ഏറ്റവും വലിയ കാര്യം ഞാൻ പറയാം, ഒരുപാട് കൈ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കൈ അടിക്കണം. കൈ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഏറ്റവും വലുത് ജീവിതം നന്നായിരിക്കണം. സ്തോത്രം. ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയണം, എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ വിശ്വസ്തമാണ്. താലന്തേൽപ്പിച്ചവൻ വന്ന് വിളിക്കുമ്പോൾ ഒരു വിളിയുണ്ട്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കാൻ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ചെറിയ കാര്യത്തിൻ്റെ അകത്ത്, ദൈവം ഏൽപ്പിച്ചതിൻ്റെ അകത്ത് വിശ്വസ്തനായി നിന്ന്, മരണം വരെ വിശ്വസ്തനായി നിന്ന്, ഇല്ല കർത്താവിൻ്റെ വരവാണ് സംഭവിക്കുന്നതെങ്കിൽ എനിക്ക് എടുക്കപ്പെടാൻ കഴിയുമെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? പെന്തക്കോസ്തിൽ വന്നതുകൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം അർത്ഥമാകുന്നില്ല. വിശുദ്ധ ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവൻ്റെ സന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുന്ന ഒരു ദിവസം വെളിപ്പെടാൻ പോകുകയാണ്. അന്ന് ആനന്ദത്തോടെ നിൽക്കണമെങ്കിൽ, അവന്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ നിൽക്കണമെങ്കിൽ, ഇവിടെ നാം വിശ്വസ്തരായിരിക്കണം, ഇവിടെ നാം വിശ്വസ്തയായിരിക്കണം, ഇവിടെ നാം വിശ്വസ്തരായിരിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാ പറയുന്നു, ഒന്നുകൂടെ നമ്മെ പണിതെടുക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങിയിട്ട് ഒന്നുകൂടെ പണിത് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഈ രാത്രി മടങ്ങി വരുവാൻ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ ദൈവാത്മാവ് വീണ്ടും ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീശന്മാരുടെ പ്രത്യേകത, അവരുടെ പ്രസംഗം ഗംഭീരം. അതാ പറഞ്ഞത് യേശുക്രിസ്തു,
അവർ മോശയുടെ പീഠത്തിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണം പ്രസംഗിക്കുന്നു. അത് നിങ്ങൾ അനുസരിച്ചോണം. ന്യായപ്രമാണം നിങ്ങൾ അനുസരിച്ചോണം. അത് തെറ്റിക്കാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവരുടെ പ്രവൃത്തി നിങ്ങൾ എന്ത് ചെയ്യരുത്? പിന്തുടരുത്. അവരുടെ പ്രവൃത്തി പിന്തുടരുന്ന് പറയാൻ കാരണം അടുത്ത വാക്യമാണ്, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. സ്തോത്രം. നമ്മൾ എന്താണോ പറയുന്നത് അത് ചെയ്യണം. സ്തോത്രം. വിശുദ്ധി പറയുന്നെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കണം. സ്തോത്രം. എന്താണോ പ്രസംഗം അത് തന്നെ ജീവിതമായി മാറണം. എനിക്ക് തോന്നുന്നു മഹാത്മാഗാന്ധിജിയൊക്കെ ഈ വേദപുസ്തകത്തിൽ നിന്നുള്ള വാക്യം ഉദ്ധരിച്ചു കൊണ്ടാണ് അവർ ജീവിച്ചത്. വിദേശത്ത് എവിടെ ചെന്നപ്പോഴല്ലേ അദ്ദേഹത്തെ ഒരു വിദേശി ഷൂസ് ഇട്ട് ചവിട്ടി അല്ലേ? അപ്പം അദ്ദേഹം എന്തോ പറഞ്ഞേ? അപ്പം അദ്ദേഹം എന്തോ പറഞ്ഞു? നീ ചെവിയൊന്ന് ഉള്ളിക്കൂ, ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആണോ? പുള്ളി പറഞ്ഞത് യേശുക്രിസ്തു പറഞ്ഞ വാക്യം എടുത്ത് ഉദ്ധരിച്ചെന്നാ. പിന്നെ എന്താ ഒരു കർണത്തടിക്കുന്നെങ്കിൽ പറ, മറുകരണം. നമുക്ക് വേറൊരു വാക്യം കിടപ്പുണ്ട്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത്. അപ്പം ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ നമ്മുടെ പുസ്തകത്തിനകത്ത് ഒരു പ്രവൃത്തി ഇതാ, ഒരു നാഴിക നടക്കാൻ പറയുന്നതിൻ്റെ കൂടെ 2 നാഴിക. ഉടുപ്പ് ചോദിക്കുന്നവന് പുതപ്പ് ഇട്ട് കൊടുക്കുക. രണ്ടുള്ളവൻ നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ, പറ, ഇല്ലാത്തവന് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഒരുപാട് പേരുടെ സാധനങ്ങൾ അലമാരിയിൽ നിന്ന് കാലിയായി. എങ്ങനെ? ഈ തിരുവനന്തപുരംകാരെ എനിക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം ഇവിടെ നിന്ന് എന്തുമാത്രം സാധനങ്ങളാണ് ഞങ്ങളുടെ നാട്ടിലോട്ട് വന്നറിയാം. വെള്ളപ്പൊക്കം കഴിഞ്ഞ് എന്തുമാത്രം സാധനങ്ങൾ ഇഷ്ടം പോലെ. എനിക്കൊന്ന് ആർക്കാണ്ട് 1982 മേടിച്ച പേസ്റ്റും ബ്രഷും കിട്ടി. 1982 മേടിച്ച പേസ്റ്റും ബ്രഷും ഈ അമ്മ അലമാരി വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ കണ്ടോ പടം? നിങ്ങൾ കണ്ടില്ലല്ലേ? ഞാനതിന് പടം കെട്ടി എന്നെ വെട്ടിവെക്കാൻ മറന്നുപോയി ഇടയ്ക്ക്. പത്രക്കാരത് പ്രത്യേകം എടുത്തു. 1982 മേടിച്ച പേസ്റ്റും ബ്രഷും അത് വെള്ളപ്പൊക്കത്ത് ദുരിതം അനുഭവിക്കുന്ന ഒരു തേച്ചോട്ടെന്ന് അവർക്ക് കൊടുത്തു വിട്ടു. പിന്നെ വേറൊരാളിനോട് പറഞ്ഞത്, എൻ്റെ പാസ ഇപ്പോൾ പഴയതൊന്നും ഇല്ലെന്ന്, എല്ലാം അങ്ങോട്ട് കൊടുത്തു വിട്ടെന്ന്. അപ്പോൾ ആ സമയത്ത് കൊടുക്കാനും നല്ല സമയമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കൊണ്ടുവന്ന് അവർ ഓടിക്കും. ഇപ്പോൾ എല്ലാം മെച്ചമായി. സ്തോത്രം. അപ്പം ഇഷ്ടം പോലെ പഴയതെല്ലാം കൊടുത്തു. പിന്നെ ചിലർക്ക് ഒരുപാട് പേർക്ക് കിട്ടി. ഇതിനിടയ്ക്ക് വേറൊരാളിന് പറഞ്ഞു, വേണമെങ്കിൽ 5 കിലോ പയർ തരാമെന്ന്. 5 കിലോ പയർ എനിക്ക് തരാമെന്ന്. കാരണം അതുപോലെ പയർ കിട്ടിയെന്ന്. ഇഷ്ടം പോലെ പയറും കിട്ടി, തോമരയും കിട്ടി, അരിയും കിട്ടി, തുണിയും കിട്ടി. അപ്പോൾ ഈ തിരുവനന്തപുരത്തു നിന്ന് ഒരുപാട് പേര് വന്നു. കാരണം എൻ്റെ സ്നേഹിതന്മാരിട്ട് വേണ്ടത് ഒത്തിരി പേരുണ്ടായിരുന്നു. അവർ മിക്കവാറും പേര് വന്നപ്പോൾ എന്നെ വിളിച്ചു, അച്ഛാ ഇവിടെ കൊണ്ട് ഈ സാധനം ഇറക്കണമെന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും അറിയത്തില്ല. അപ്പോൾ ഞാൻ 3-4 പേർക്ക് വഴി കാണിച്ചു കൊടുത്തു. ഞാനും അവരുടെ കൂടെ പോയി സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്ത് വിറ്റഴിച്ചു. സാധനങ്ങളെല്ലാം കൊടുത്തു. നല്ല കാര്യമായിരുന്നു. സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ആൾക്കാരാണ് മറ്റുള്ള ജാതികൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാ? പറ. ക്രിസ്ത്യാനികളാണ് അല്ലേ? നമ്മളാണ് കൊടുക്കേണ്ടത്. ഒരു 2.5 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 2 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ ചുറ്റും മതിൽ കെട്ടി, ഗേറ്റിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നെഴുതിയും വെച്ച്, ദൈവം എനിക്ക് തന്ന വാഗ്ദത്തം എന്ന് പറഞ്ഞ് കയറി പമ്മയിരിക്കുക. ആണോ? പിന്നെന്താ ചെയ്യണം? നിങ്ങൾ മിണ്ടത്തില്ല, ഞാൻ തന്നെ പറയണം. 2.5 ഏക്കർ ഭൂമി, 3 ഏക്കർ ഭൂമി, 1 ഏക്കർ ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 5 സെൻറ്റെങ്കിലും പറ. ഈ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലും ഇനി ആർക്കും കൊടുത്തില്ലേലും ഈ പുറത്ത് ഇനി പ്രാർത്ഥിക്കാത്തവർക്ക് കൊടുക്കുന്നില്ലെന്ന് ചില തീരുമാനമുള്ളവരുണ്ടെങ്കിൽ ഇനി ഉപദേശിമാർക്കെങ്കിലും കൊടുക്കുക. എത്രയോ ഉപദേശിമാർ
വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നു ഞാനും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു എനിക്കൂടെ കിട്ടാൻ വേണ്ടി എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. സ്തോത്രം. കാരണം ഞാൻ 38 വർഷമായി ഈ ഫെയ്ത്ത് ഹോം, വിശ്വാസ മന്ദിരം, വാടക വീട്, വിശ്വാസ മന്ദിരം, വാടക വീട്, വിശ്വാസ മന്ദിരം ഇങ്ങനെ താമസിക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. അപ്പം എനിക്ക് 40 വയസ്സേ ഉള്ളേ. ഡൈ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിക്കുന്നത്. സ്തോത്രം. നമ്മുടെ കൂട്ടത്തിൽ മിക്കവാറും പേരെ കണ്ടാൽ അറിയത്തില്ല. കാരണം അവരെല്ലാം ഗോദറേജ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. അവരിങ്ങനെ അടിച്ചും മിന്നിയൊക്കെ ആയിട്ട് ശനിയാഴ്ച രാത്രി ആകുമ്പോഴത്തേക്കെല്ലാം കലക്കി തേച്ച് ഞായറാഴ്ച രാവിലെ ഉണക്കും. രാവിലെ ഇങ്ങോട്ടിങ്ങ് വന്നിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും ഇപ്പോൾ എത്ര വയസ്സായി, എന്നെ കണ്ട എത്ര പറയും എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കലക്കിക്കൊണ്ടാണ് ഈ നടക്കുന്ന മുഴുവൻ. വയസ്സ് 80 കഴിഞ്ഞു എന്നിട്ടും കലക്കി അടിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ പോട്ടെ, അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും പ്രായത്തിനിടയ്ക്ക് എനിക്ക് വിശ്വാസം മന്ദിരം പെയ്ത്തുമ്പോൾ ഞാനൊരു പാസ്റ്റർ മോനോടായതുകൊണ്ട് ഇങ്ങനെ താമസിച്ചു പോവുകയാണ്. അപ്പം എനിക്ക് കിട്ടണമെന്നല്ലേ, എന്നോട് ഞാനാണ് എവിടെയെങ്കിലും ഒരു സ്ഥലം മേടിക്കാമെന്ന് കരുതിയിരിക്കുമ്പോൾ ഏതൊക്കെ പ്രവാചകന്മാർ വന്നിട്ട് പറയും മേടിക്കരുതെന്ന്. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മേടിക്കരുതേ, സ്ഥലവും വീടും കൂടെ ഒരാൾ തരാൻ പോകുന്നു. അതാരാണെന്ന് എനിക്കൊരു പിടിയുമില്ല. ഇനി ഇവിടുന്നാണോ എന്ന് എനിക്ക് ഇന്ന് രാത്രി നിങ്ങൾ വല്ലതും ഇടപെടുവോ? കൊള്ളാം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയുന്ന ഇടപെട്ടിട്ട് തന്നെ കാര്യമെന്ന്. നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. ഈ 38 വർഷം ഇങ്ങനെ വിശ്വാസ മന്ദിരത്തിലും വാടക വീട്ടിലുമൊക്കെ ഞങ്ങളിങ്ങനെ താമസിച്ച് സുവിശേഷ വേല ചെയ്തു പോകുന്നുണ്ട്. എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് വലിയ ഭാരവും പ്രയാസവും ഒന്നും ഇല്ല. ചിലരൊക്കെ ആണെങ്കിൽ വീടിൻ്റെ പടം വെട്ടിവെച്ച് കയറി നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ വീട് തന്നേ പറ്റൂ. വീടിൻ്റെ പൊരുതുന്ന പോരുകളെ ശാസിച്ച എന്നും പറഞ്ഞ് ശാസിക്കുന്ന വേറൊരു ഗ്രൂപ്പുകാർ. എനിക്കിപ്പോൾ അതിന് നേരമൊന്നുമില്ല. എനിക്കിപ്പോൾ അത് വിഷയമല്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. ഇത്രയും ഏക്കർ കണക്കിന് ഭൂമിയും ലക്ഷങ്ങൾ ബാങ്കിലുള്ളവരൊക്കെ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ചെയ്യേണ്ട കാര്യം സാധുക്കളായ അർഹതപ്പെട്ടവർക്ക് എന്ത് ചെയ്യണം? അർഹതപ്പെട്ടവരെ സഹായിക്കണം. അതിന് പകരം നമ്മളെ ആളുകളെന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരാണെങ്കിലും നമ്മുടെ ആളുകൾ ചെയ്യുന്നത് അങ്ങനെ പോലും കൊടുക്കാൻ മനസ്സില്ലാതെ അവരേറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന എവിടെ അറിയാമോ? ഒന്നുകിൽ കല്യാണം, അല്ലെങ്കിൽ ശവോടക്ക്. ഇപ്പം ശവോടക്കിനും ഭയങ്കര ഗംഭീരമാണ്. കാരണം ഈ ശവോടക്കിനും ഗംഭീരം എന്ന് പറയാൻ കാരണം, ഞാൻ ഒരിക്കൽ ഒരു ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിറ്റേ ദിവസം ഒരാളെന്നെ വിളിച്ചിട്ട് ചോദിക്കുക, ഞാൻ ഇപ്പോൾ ആളൊന്നും പറയുന്നില്ല, സ്തോത്രം, എന്നെ വിളിച്ചിട്ട് ചോദിക്കുക ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം കൊച്ചു പിള്ളേർ മുതലേ കൊച്ചുപിള്ളേർ ഫ്രോക്ക്, പിന്നെ അമ്മാമ്മയ്ക്ക് വെള്ള സാരി, ചെറുക്കനാണെങ്കിൽ വെള്ള എല്ലാം വെള്ളയും. കാരണം ഈ മൊത്തം ലൈവ് ആയതുകൊണ്ട് ഇരിക്കുമ്പോൾ ഈ അങ്ങ് കാനഡയിൽ നിന്ന് കാണുന്നവർ ചോദിക്കത്തില്ല നിൻ്റെ മുഖം എന്താടി വാടിയിരിക്കുന്നെന്ന്. അപ്പോൾ അതിനുവേണ്ടി മുഖം വാടാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു ഞങ്ങളുടെ നാട്ടിലെ ട്രിവാൻഡ്രത്ത് അങ്ങനെയില്ല. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഇന്ന് മരിച്ചാൽ നാളെ തന്നെ എന്ത് ചെയ്യും അല്ലേ? വെച്ചുകൊണ്ടിരിക്കുന്ന ഇടപാടൊന്നും ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല. ഒരാഴ്ച വെക്കും, തണുപ്പിച്ചിട്ട് എന്ത് ചെയ്യത്തുള്ളൂ. ഒരാഴ്ച കൊണ്ട് പുഷ്പഗിരിയിലോ അല്ലെങ്കിൽ അതിന് പറ്റിയ മോർച്ചറി ഉണ്ട്, അവിടെ കൊണ്ടുവച്ച് ഞങ്ങളൊരാഴ്ച ഇന്ന് കാര്യങ്ങളെല്ലാം എല്ലാവരും ഒന്ന് വന്ന് കണ്ട് പന്തലൊക്കെ ഇട്ട് നടിപ്പിച്ച് ലൈവുകാർ വന്ന് പാട്ടുകാർ 10,000 ഒക്കെ അവർക്ക് കൊടുക്കണം. അവർ വന്ന് പാടിക്കോളും. 3-4 വരി പാടത്തുള്ളൂ. 2 വരി പാടുമ്പോൾ ബാക്കി വരി പാടാൻ സമയമില്ല. പാടുന്നു. ഒരു 100 പേര് അടിശോധനം. 200 അല്ല. രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ 3 മണിയായാലും തീരത്തില്ല. 1 മിനിറ്റ്, 2 മിനിറ്റ്, അര മിനിറ്റ് ഒക്കെ കൊടുത്ത് ഇതിങ്ങനെ ഒരു സംഭവം സെറ്റപ്പാക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബോഡി ഒന്ന് കാണാൻ ചെല്ലാൻ പോലും നാണമാണ്. കാരണം എല്ലാവരും നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുക. നമ്മളെങ്ങനെ വരുന്നത്, ഇതെങ്ങനെയാണ് കാണുന്നത്, ഇത് നോക്കി ഒന്ന് പൂവ്. ഞാൻ വേറൊരിടത്ത് ചെന്നപ്പോഴത്തേക്കും ഈ പൂക്കൾ കൊണ്ട് സത്യം പറഞ്ഞാൽ നിറഞ്ഞിരിക്കുക. പൂക്കൾ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കിടക്കുന്ന ആൾ ഇതിന് പൂവിൽ ഒരു പൂ പോലും മണപ്പിച്ചെന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. പൂ വെക്കുന്നത് നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ പൂ വെക്കുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു മുണ്ട് മേടിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങളാരും സ്വോത്രമൊന്നും പറയുന്നത്. കാരണം ഈ ഇപ്പം അമ്മയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു നല്ല സാരിയാണെങ്കിൽ സാരി, പിന്നെ ചട്ടയും മുണ്ടുവാണെങ്കിൽ
അങ്ങനെയുള്ള വസ്ത്രമോ ഒക്കെ മേടിച്ചു കൊടുക്കണം. പിന്നെ മക്കളൊക്കെ വെളിയിൽ നിന്ന് വരികയാണെങ്കിൽ ഈ നാട്ടിലുണ്ടെങ്കിൽ ഒരു കുപ്പി സ്പ്രേയോ ഒരു ടിന്ന് പൗഡറോ അവർക്ക് എന്ത് ചെയ്യണം, മേടിച്ചു കൊടുക്കണം. ഇത് ജീവിതത്തിൽ മേടിച്ചു കൊടുക്കത്തില്ല. അവർ ചാകുമ്പോൾ അവിടെ ചുറ്റും വരുന്നുണ്ട് എന്ത് ചെയ്യുക, അടിച്ചോ. നമ്മളെന്തിനാ അടിക്കുന്ന അറിയാമോ? ഇത് സമയാസമയമാകുമ്പം മാറ്റം അടിച്ചുകൊണ്ടിരിക്കുക. അതിനെ നമുക്ക് അടുത്തിരിക്കണം, അതിനുവേണ്ടിയായി കിടന്ന് എന്ത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, ഇവർ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒരു പൗഡർ മേടിച്ചു കൊടുക്കുക, ഒരു സ്പ്രേ മേടിച്ചു കൊടുക്കുക, നല്ല തുണി മേടിച്ചു കൊടുക്കുക. ഈ എനിക്ക് എത്ര ഈ ഒരു പൂവിന് എത്ര ആണെന്നോ, ഒരു റീത്ത് പോലെ വട്ടത്തിനല്ലല്ലോ ഇപ്പോൾ എല്ലാം പൂച്ചെണ്ടല്ലേ, പൂച്ചെണ്ട് കൊണ്ട് കവറിനകത്ത് കൊണ്ട് വെക്കുക. അവർ കാണുന്നുമില്ല, നോക്കുന്നുമില്ല. എടുക്കുന്നു, അടുത്ത മാറ്റുന്നു, കുടുംബക്കാർ വെക്കുന്നു, അടുത്ത മാറ്റുന്നു, അടുത്ത പാർട്ടിക്കാർ വെക്കുന്നു, അടുത്ത മാറ്റുന്നു, ഇങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ ഇതിനെ ആഡംബരമാക്കി കളഞ്ഞു. ഇതിനെ ആഡംബരം. ഇപ്പോൾ ആഡംബരം തന്നെയല്ല, ഇപ്പം ചായ കൊടുക്കുന്നു, ചായയുണ്ട്, ഈ കരഞ്ഞവർക്കെല്ലാം ചായയുണ്ട്, വടയുണ്ട്, ഒരു വാളയംകോടൻ പഴമുണ്ട്, പിന്നെ ഒരു ബണ്ണും കിട്ടും. അത് കുടിച്ച് ചായ കഴിയുമ്പോൾ ഈ കരഞ്ഞവർക്കെല്ലാം ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് ആശ്വാസവുമാകും. അപ്പോൾ ഇനി മാറിയിട്ട് ഇതെല്ലാം മാറിയിട്ട് ബിരിയാണിയാണെന്ന് ഈ അടുത്തിടെ ആരെങ്കിലും പറഞ്ഞു കേട്ടു. ബണ്ണും പാളയംകോടൻ പഴം മാറിയിട്ട് ഇപ്പോൾ ബിരിയാണി ആക്കിയെന്ന്. കാരണം ഈ പണമെല്ലാം കൂടെ എങ്ങനെ ചിലവഴിക്കും നോക്കിയപ്പോൾ പറ്റുന്ന 1-2 മേഖലയുണ്ട്. ഒന്നുകിൽ ഈ അടക്കത്തിന് തീർക്കുക, അല്ലെങ്കിൽ കല്യാണത്തിന് തീർക്കുക. കല്യാണത്തിനാണ് പിന്നെ കുറച്ചുകൂടെ കൂടുതൽ തീർക്കുന്നത്. കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ പറഞ്ഞാൽ സെൻട്രൽ ട്രാവൻകൂറിൽ കൂടുതലും ഇപ്പോൾ ഇവിടെയും ഭക്ഷണത്തിന് മോശമൊന്നുമല്ല. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ 4 പേര് 8 പേര് ടേബിളിൽ ഇരിക്കുന്നു. ഈ അടുത്തിടെ ഞാൻ ഒരു കല്യാണത്തിന് പോയതാണ്. ആദ്യം അപ്പം, പിന്നെ ഫിഷ് മോളി അല്ലെങ്കിൽ താറാവ് കറി. അപ്പോൾ ഇതും കൊടുക്കും. ഈ താറാവ് കറിയോ അല്ലെങ്കിൽ ഫിഷ് മോളിയോ അപ്പം കൂടെ കഴിക്കും, കട്ട്ലേറ്റും. അപ്പോൾ ഇതാദ്യം ഒന്ന് കഴിച്ചിട്ട് പിന്നെ വരുന്നതാണ് ബിരിയാണിയും പിന്നെ ചോറും. അതിൻ്റെ കൂടെ ഇത്, പിന്നെ ഒരു കുപ്പി വെള്ളം, പിന്നെ അത് കഴിഞ്ഞ് ഐസ്ക്രീം. ഇതെല്ലാം കഴിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്നറിയാമോ? ഇത്രയും പേര് 8 പേര് കഴിച്ചതിൻ്റെ അകത്ത് പകുതി മുക്കാലും വേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നെങ്കിൽ മാന്യമായിട്ട് കൊടുക്കണം. ഏറ്റവും വിരുന്നുകാരെ വിളിച്ചാൽ എന്ത് കൊടുക്കണം? മാന്യമായിട്ട് കൊടുക്കണം. അതിനീ കണ്ട ഭക്ഷണം എല്ലാം കൂടെ വേണമെന്നില്ല. അതിനൊരല്പം ഭക്ഷണം, അത് മാന്യമായി നല്ല ഭക്ഷണം, 1-2 കറിയോ അല്ലെങ്കിൽ ഇറച്ചിയാകട്ടെ, അതുകൂടെ വെച്ചിട്ട് ഈ ആദ്യം വിളമ്പുന്ന ഇതുകൊണ്ട് തൃപ്തിയാകണം. ബാക്കി പണമെടുത്ത് സാധുക്കളായ വിവാഹം നടത്താൻ നിർവാഹമില്ലാത്ത, ഒരു സാരി വിവാഹം നിർവാഹമില്ലാത്ത, ഒരു വീട് പണിയാൻ നിർവാഹമില്ലാത്ത, മേൽക്കൂര മാറാൻ നിർവാഹമില്ലാത്ത ആ സാധുക്കൾക്ക് വെച്ചു കൊടുത്താൽ അനുഗ്രഹം തന്നെയാണ്. അനുഗ്രഹം, ദൈവാനുഗ്രഹമാണ്. പിന്നെ ഇതിന് പകരം എന്ന് പറയുമ്പോൾ ഇത്രയും ഭക്ഷണം ഞാൻ നോക്കിയപ്പോൾ ഈ വിളമ്പാർ കേറ്ററിംഗുകാർ ഞങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഭക്ഷണം എല്ലാം കൂടെ പാത്രത്തിൽ ഇരുന്നതും പിന്നെ അധികം വന്ന് അവിടെ ഇരുന്നതും എല്ലാം കൂടെ അതിനകത്ത് വടിച്ച് മുഴുവൻ ആ ടേബിളിലൊരു പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൽ ചുരുട്ടി മൊത്തം കളഞ്ഞു. ഞാൻ പുറകിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും വേസ്റ്റ് പാത്രത്തിനകത്ത് ചോറും കറി മുഴുവൻ നിറഞ്ഞ് കിടക്കുക. ഇതെല്ലാം കൊണ്ട് അടുത്ത ഗോമടമണി കൊണ്ട് തട്ടുക, അടുത്ത കുഴി കൊണ്ട് തട്ടുക. ഞാൻ എന്നാലും പറയാനുണ്ട്, എനിക്ക് ഒരു സ്നേഹിതനുണ്ട് കോട്ടയത്ത്, ആത്മചൈതന്യം എന്ന് പറയുന്ന ഒരു സുവിശേഷ സംഘടന. ആത്മചൈതന്യ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ അനാഥരായി കിടക്കുന്ന രോഗികളെ, ആരുമില്ലാത്തവരുണ്ട്, ഈ വഴി സൈഡിലൊക്കെ കിടക്കുന്നവരെയൊക്കെ രോഗം വന്നവരെ കൊണ്ട് ആംബുലൻസിൽ കയറ്റി അവിടെ തട്ടും. അവിടെ നിന്ന് ചികിത്സ എല്ലാം കഴിയുമ്പോൾ അവർക്ക് വീടും നാടും ഇല്ലാത്തവരാണ്. ഉടനെ അവിടുത്തെ ഡോക്ടർമാർ ഇദ്ദേഹത്തെ വിളിക്കും, ഈ കുഞ്ഞോം പാസ്റ്ററെ വിളിക്കും. പാസ്റ്ററെ ഇതുപോലെ പേഷ്യൻ്റ് ഉണ്ട്, വന്ന് എടുക്കുന്നു എന്ന് ചോദിക്കും. നോക്കുന്നതാണ് ഇവർ ഇവിടുന്ന് വണ്ടിയും കൊണ്ട് ചെല്ലും, അവരുടെ മുഴുവൻ ഡീറ്റെയിൽ എടുത്തിട്ട് ഇവിടെ കൊണ്ട് പുനരധിവസിപ്പിക്കുക. എനിക്ക് തോന്നുന്നു 100 ചില്ലുവാനം ആൾക്കാർ അവിടെ ഉണ്ട്, 100ഓളം ആൾക്കാരുണ്ട്. ഈ ഇത്രയും പേർക്ക് ഒരു വിദേശ രാജ്യത്ത് പോലും ഇന്നേ നിമിഷം വരെ ആ മനുഷ്യൻ സഞ്ചരിച്ചിട്ടില്ല. എന്തിനു വേണ്ടി അറിയാമോ? ഇവിടെ നടക്കുന്ന ഈ ചാരിറ്റിയെ പറ്റി പറയാനോ അതിൻ്റെ ഓഫർ മേടിക്കാനോ പണം മേടിക്കാനോ അദ്ദേഹം ഒരിടത്തും പോയിട്ടില്ല. ഈ നാട്ടിൽ നിന്ന് പ്രസംഗിച്ചിട്ട് അദ്ദേഹത്തിന് പ്രസംഗിച്ച് കിട്ടുന്ന ഭൗതിക നന്മയും ആരെങ്കിലും കൊടുക്കുന്ന, എന്നോടൊരിക്കൽ പറഞ്ഞത് 7 ചാക്ക് അരി ഒരാൾ കൊടുക്കും എല്ലാ മാസവും, അതും പിന്നെ വേറെ ആരെങ്കിലും കൊടുക്കുന്ന അരിയും കൂടെ എല്ലാം കൂടെ ചേർത്താണ് ഈ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്ത് അവർ കഴിക്കുന്നത്. ഞാൻ ഓർക്കാറുണ്ട്, ഈ കൊണ്ട് തട്ടുന്ന മുഴുവനെല്ലാം ഈ പാവങ്ങൾക്ക്. ഒന്ന് ഞാൻ പറഞ്ഞു, ഇനിയും പറയാത്ത ഇഷ്ടം പോലെ ഇതുപോലുള്ള ചാരിറ്റി നടത്തുന്ന, വിശ്വസ്തയോടെ നടത്തുന്നവർ, തട്ടിപ്പ് നടത്തുന്ന വേറെ ഉണ്ട്, അതല്ല,
വിശ്വസ്തയോടെ നടത്തുന്ന ആൾക്കാരുണ്ട്. അവരെ സമീപിച്ചു കൊടുത്താൽ ഈ കണ്ടവാനം ഭക്ഷണമൊക്കെ കളയാതെ ഇവർക്ക് കൊണ്ടു കൊടുത്താൽ ഒന്നും നമുക്ക് സ്വർഗത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാവും. ഇനി ഞാൻ പറയാം, ഈ ഭൂമിയിൽ എന്ത് ചെലവിട്ടോ ഇവിടെ തന്നെ തിരിച്ചു കിട്ടും. ഇവിടെ പണമായിട്ട് ചെലവഴിച്ചാൽ ഇവിടെ തന്നെ പണമായിട്ട് കിട്ടും. ഇവിടെ എന്ത് ചെലവിട്ടോ, സുവിശേഷപരക്കൊക്കെ ഇവിടെ കൊടുത്താൽ, സാമ്പത്തികമായിട്ട് കൊടുത്താൽ ഇവിടെ തന്നെ അനുഗ്രഹമുണ്ട്. സ്വർഗത്തിൽ ചെന്ന പണമിടപാടുകളില്ല. അവിടെ കാശ് കിട്ടുമ്പോൾ ഞങ്ങോട്ട് ചെല്ലല്ലേ, ഇവിടെ കിട്ടും. ഇവിടെ എന്ത് കൊടുത്താൽ ഇവിടെ എന്ത് കിട്ടും, തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ അതോ മിണ്ടാതിരിക്കുകയാണോ? സ്ട്രക്കായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഈ ആഹാരം ഈ കല്യാണത്തിനൊക്കെ ഇടിക്കുന്ന തിരുവനന്തപുരത്തൊക്കെയാണ് 3 പായസം എന്നാണ്. 3 പായസം, സദ്യക്ക് 3 പായസം. എന്തൊക്കെയാ? സാനു, ആട്ടപ്രഥമൻ, പാൽപ്പായസം, കടലപ്പായസം, പിന്നെ അതിൻ്റെ കൂട്ട വേറെ ഏതാണ്ടൊക്കെ ഇട്ട് ഇളക്കി, എന്തോ ജിലേബിയോ ബോളി, അതെല്ലാം കൂടിയിട്ട് പിന്നെ വേറെ. ശരിക്കും പറഞ്ഞാൽ നമ്മിൽ പലർക്കും കഴിക്കാൻ വയ്യ, ഷുഗർ. പിന്നെ ഭാര്യയെ കൊണ്ട് അങ്ങേ അറ്റത്താണ് ഇരുത്തിയിട്ട് മാറി പമ്മി ഇരുന്ന് ഇതെല്ലാം കൂടെ അമുക്കുക. സ്തോത്രം. എന്തുമാത്രം അവിടെ കളയുന്നു, എന്തുമാത്രം ഇവിടെ കളയുന്നു. ഞാൻ പറയട്ടെ, ഇതെല്ലാം മാറ്റി വെച്ചിട്ട് സ്തോത്രം, ഈ ജീവിതം, പ്രവൃത്തിയും ജീവിതവും ഒരുപോലെ ആയിരിക്കണം. യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന, ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന ദൈവമക്കളോട് പറയാം, ക്രിസ്ത്യാനിയോട് പറയാം, ധൂർത്തടി അവസാനിപ്പിക്കണം. സ്തോത്രം. അനാവശ്യമായ ഇടപാടുകൾ അവസാനിപ്പിക്കണം. എന്നിട്ട് സത്യസന്ധതയോടെ ദൈവത്തെ സേവിക്കണം. 2 ഉള്ളവൻ 1 പറ, ഇല്ലാത്തവന് കൊടുക്കണം. പിന്നെ 1 നാഴിക നടക്കാൻ പറഞ്ഞാൽ 2 നാഴിക നടക്കണം. സ്തോത്രം. ഇതാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യേകത. സ്തോത്രം. പക്ഷേ നമ്മളെ ആളുകളുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതുപോലെ രോഗികളോ ക്ഷീണിതരോ ആരെങ്കിലും വന്നാൽ അവരോട് പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ക്യാൻസർ രോഗി വന്നാലും കിഡ്നി രോഗി വന്നാലും എല്ലാവരുമല്ല, ചിലർ പറയുന്ന പദം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് പോക്കോ, ഞങ്ങൾക്ക് മുഴുരാത്രി പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ വിഷയം വെച്ച് പ്രാർത്ഥിച്ചോളാവുന്നു. ഞങ്ങൾ കരങ്ങളെ കോർത്തു പിടിച്ച് നിങ്ങളുടെ രോഗവിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളാം, ധൈര്യത്തോടെ പൊക്കോ എന്നവരെ പറഞ്ഞു വിടുന്ന ആൾക്കാർ വേറെയുണ്ട്. സത്യത്തിൽ അവരെ പറഞ്ഞു വിടണം, പ്രാർത്ഥിക്കണം. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് എന്ത് ചെയ്യണം? കാര്യം നടത്തണം. സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകതയാണ്, അവൻ പ്രവർത്തിക്കുന്ന പോലെ തന്നെ പറയുന്നു, പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുന്നു. സ്തോത്രം. ആത്മീയ ലോകത്തിൻ്റെ പ്രത്യേകതയാണ്, പറയുന്നത് പോലെ ചെയ്യുന്നില്ല, സ്തോത്രം, ചെയ്യുന്നത് പോലെ പറയുന്നില്ല. വല്ലാത്തൊരു അന്തരീക്ഷത്തിന് നടുവിൽ യേശുക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. അവൻ്റെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ. അവനെ വിശ്വസിക്കാം, അവനെ വിശ്വസിക്കാം. ഇനിയും യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 40-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 7:40 പെട്ടെന്ന് വായിച്ചോ. ഇവൻ സാക്ഷാൽ പ്രവാചകൻ, ഇവൻ സാക്ഷാൽ പ്രവാചകൻ. ഒന്നവന്റെ വാക്കും പ്രവൃത്തിയും ശക്തിയുള്ളത്. 2, ഇവൻ സാക്ഷാൽ പ്രവാചകൻ. സ്തോത്രം, സ്തോത്രം. ഇവൻ സാക്ഷാൽ പ്രവാചകൻ എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഗൂഢമായതിനെയും ഗുപ്തമായതിനെയും ആർക്കും വെളിപ്പെടുത്താത്തതൊക്കെ ഇവൻ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. തെളിവ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. 18-19 വാക്യം. 18-19 വാക്യം. നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. സ്തോത്രം. ശമരിയക്കാരി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണമാണല്ലോ. ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് ആഹാരം കൊള്ളുവാൻ പോയപ്പോൾ യേശുക്രിസ്തു ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുക. ശമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചപ്പോൾ ഇവൾ പറഞ്ഞത്, നീ യഹൂദനായിരിക്കുക, എന്നോട് കുടിപ്പാൻ വെള്ളം ചോദിക്കുന്നത്. കാരണം യഹൂദന്മാരും ശമരിയക്കാരും തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ല, ബന്ധമില്ല.
എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നു. ഉടനെ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഉടനെ കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവൻ. ഇവള് പറയാ, ഇത് യാക്കോബ് ഞങ്ങൾക്ക് വേണ്ടി കുഴിച്ച കിണറാണ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കുഴിച്ച കിണറാണ്, ഇത് പാരമ്പര്യമുള്ള കിണറാണ് എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെട്ട് നിൽക്കുമ്പോൾ ഇവളോട് കർത്താവ് പറഞ്ഞു, കർത്താവ് പറയും, ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. അപ്പോൾ ഉടനെ ഇവള് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് പറഞ്ഞാൽ കർത്താവ് വിളിച്ചു, നിനക്ക് എത്ര ഭർത്താക്കന്മാർ? സ്തോത്രം. ഉടനെ ഇവള് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഉടനെ മറുപടി അങ്ങോട്ട് പ്രവാചകൻ്റെ മറുപടിയാ, നിനക്ക് അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ സ്തോത്രം. അപ്പം ഇവൾക്ക് ഭയമായിപ്പോയി. കാരണം എൻ്റെ ഈ രഹസ്യം എങ്ങനെ ഇവന് വെളിപ്പെട്ടു? സ്തോത്രം. അവൻ്റെ മുൻപിൽ സകലവും നഗ്നവും മലർന്നവുമായി കിടക്കുകയല്ലേ. അവന് മുമ്പിൽ ഒന്നും മറയ്ക്കാൻ ഒക്കത്തില്ല. പാസ്റ്ററിന്റെ മുമ്പിലോ സഭക്കാരുടെ മുമ്പിലോ നാട്ടുകാരുടെ മുമ്പിലോ ഒക്കെ മറയ്ക്കാം. സർവശക്തന്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും ഒന്നും മറച്ചു വെക്കാൻ കഴിയത്തില്ല. അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. സ്തോത്രം. അവൻ രഹസ്യം വെളിപ്പെടുന്ന ദൈവമാണ്. ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. ഉടനെ ഇവൾക്ക് പാപം വെളിപ്പെടുത്തില്ല. ഇവിടെ പാപം വെളിപ്പെടുത്തില്ലോ. ഇന്നത്തെ വല്ല പ്രവാചകന്മാരായിരുന്നെങ്കിൽ സ്തോത്രം, മകളെ ഭയപ്പെടേണ്ട, ഈ കിണർ മാറി പുതിയ കിണർ അപ്പുറത്ത് കാണുന്നു, അത് തന്നെ വല്ല വീട്ടിൽ പുതിയൊരു കിണർ, ഇങ്ങോട്ട് വെള്ളത്തിന് വരണ്ട എന്നൊക്കെ പറഞ്ഞ് അവളെ രസിപ്പിച്ചു വിട്ടാനും. പക്ഷേ യേശുക്രിസ്തു അവിടെ പാപം വെളിപ്പെടുത്തി, അവിടെ കുറവ് വെളിപ്പെടുത്തി, അവിടെ തെറ്റ് വെളിപ്പെടുത്തി. ഇന്ന് രാത്രിയിലും ദൈവമക്കളെ നമുക്ക് ആഗ്രഹിക്കാനും അർഹിക്കാനും ഒരു കാര്യമുണ്ട്. നമ്മുടെ തെറ്റ് വെളിപ്പെടുത്തുമ്പോൾ മടങ്ങി വരാൻ തയ്യാറായാൽ ദൈവാനുഗ്രഹം വെളിപ്പെടും. ആർക്കും ഇഷ്ടമല്ല നമ്മുടെ തെറ്റും നമ്മുടെ കുറ്റവും നമ്മുടെ കുറവും വെളിപ്പെടുത്തുന്നത്. ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും ഇഷ്ടം ഭൗതികാനുഗ്രഹം. ഭൗതികാനുഗ്രഹം, നന്മകൾ, വരാൻ പോകുന്ന നന്മ, ഭൂമിയിലെ നന്മ, ഇത് മാത്രം പറയുമ്പോൾ ആത്മീയന് പ്രചോദനം ഇഷ്ടവുമാണ്, അവൻ കൈയടിക്കും. പക്ഷേ യഥാർത്ഥ ആത്മീയം പറയുന്നത്, ഈ ഭൂമിയിലെ നന്മയേക്കാൾ എനിക്കിഷ്ടം എൻ്റെ കുറവെന്ന് വെളിപ്പെടുത്തി എനിക്ക് ദൈവത്തിങ്കലേക്കൊന്ന് മടങ്ങി വരണം. അവൾ കുടം അവിടെ വെച്ചിട്ട് ഓടിച്ചെന്ന് പട്ടണത്തിൽ ചെന്ന് പറഞ്ഞു, ഒരുവൻ എൻ്റെ പാപം വെളിപ്പെടുത്തി, അവൻ സാക്ഷാൽ പ്രവാചകനാണ്. സ്തോത്രം. പഴയ നിയമ പുതിയ നിയമ പ്രവാചകന്മാരെ മുഴുവൻ എടുത്തു നോക്കിയോ, അവരിലൊക്കെ അഗ്രഗണ്യനായ ശ്രേഷ്ഠനായ, സ്തോത്രം, ആമേൻ, അഭിമാനം കൊള്ളുന്ന, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, ആരാധിക്കാൻ കൊള്ളാവുന്ന ഒറ്റ പ്രവാചകൻ നസ്രയനായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രി അവനെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ പ്രവാചകൻ നാം ഇരിക്കുന്ന ഇടത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന പ്രവാചകനാണ്. എൻ്റെയും നിന്റെ വിഷയത്തെ ആർക്കും അറിയത്തില്ല. ഒരുപക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ നിന്റെ വിഷയം അടുത്തിരിക്കുന്നവർക്കോ സഭയിലുള്ളവർക്കോ ഒന്നും ചില വിഷയങ്ങൾ അറിയത്തില്ല. എന്നാൽ നിന്റെ വിഷയം അറിയുന്ന ഒരു നല്ല പ്രവാചകൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ വിഷയത്തെ അറിയുന്ന ഒരുവൻ, നിന്റെ വിഷയത്തിന് മറുപടി തരുന്ന ഒരുവൻ, നിന്റെ വിഷയത്തിന് ഭാരം മാറ്റുന്ന ഒരു ദൈവം ഇന്ന് രാത്രി അവനിവിടെ വന്നിട്ടുണ്ട്. അവൻ നിന്നെ നിരാശയോടെ പറഞ്ഞു വിടത്തില്ല. നിന്റെ ഭാരങ്ങളെ അവൻ ചുമക്കുന്നവരാണ്. വചനം പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമകൾ ഒരുമിച്ച് അല്പനിമിഷം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ചിന്ത പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രവാചകനെ കുറിച്ച് പറയാൻ കാരണമുണ്ട്. ഇവൻ ആരാ? ശൗലിൻ്റെ ഭൃത്യൻ. കീശ് എന്ന് പറയുന്ന മഹാധനവാനായ മനുഷ്യന്റെ കഴുതയെ കാണാതെ പോയപ്പോൾ, ശരിക്കും പറഞ്ഞാൽ ശൗലിനെ അല്ല അന്വേഷിക്കാൻ വിടേണ്ടത്. ഇത്രയും ധനവാനായ മനുഷ്യനല്ലേ, അവൻ്റെ വീട്ടിൽ ദാസന്മാരും ദാസിമാരും ജോലിക്കാർ വേറെ ഉണ്ട്, അവരെ കൂട്ടി കഴുതി അന്വേഷിക്കാൻ വിടേണ്ടതാണ്. പക്ഷേ ശൗലിനെ കൂട്ടി വിട്ടു, ഭൃത്യനെ കൂട്ടി. അവർ ശാലിശ ദേശവും ശാലിം ദേശവും എഫ്രൈം ദേശവും ബെന്യാമിൻ ദേശവും സൂഫ് ദേശവും 5 ദേശങ്ങൾ കയറി കഴുതകളെ അന്വേഷിച്ച് വരികയാണ്.
ഇവനെ ആ വീട്ടിൽ നിന്ന് ഇറക്കാനും കാരണമുണ്ട്. ഇസ്രായേൽ മക്കളുടെ നിരന്തരമായ ഒരു കരച്ചിലും പ്രാർത്ഥനയായിരുന്നു, ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ വേണം. നമ്മൾ ഇറങ്ങിയ കാലത്ത് നമുക്കിതൊന്നും വേണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം ഒരു തോന്നലുണ്ടായി, അവർക്കുള്ളതുപോലെ നമുക്കും വേണം. അവർക്കുള്ളതുപോലെ നമുക്ക് വേണ്ടെന്നുള്ളത് ദൈവമക്കളൊരു കല്ലുവലിയ പറഞ്ഞാട്ടെ. ജാതികൾക്കുള്ളതുപോലെ വേണ്ട എന്നുള്ളൊരു കല്ലുവലിയ പറഞ്ഞാട്ടെ. വേണമെന്നുള്ളവർ ഇപ്പം ഏതാണ്ടൊക്കെ നമുക്ക് ചിന്തയുണ്ട്, അവിടുത്തെ പോലെ ഇവിടെ ആയാൽ. ഇപ്പം ഏതാണ്ടൊക്കെ എന്നല്ല, ഇപ്പം എല്ലാം ഇവിടെ, അവിടുത്തെ എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പം ഒരുമാതിരിപ്പെട്ട കേസല്ല ഇപ്പം അവിടെ ഉള്ളതല്ലേ. ഇപ്പം കാരണം ഇറങ്ങി തിരിച്ചപ്പോൾ അവർ കനാൻ നാട്ടിൽ പോകാൻ ഇറങ്ങിയതല്ലേ. നമ്മൾ പാടത്തില്ലേ, ഫറവോനു ഞാനിനി പാടേ അടിമയല്ല പരാമസിയോനിൽ ഞാൻ പരാമസി. നമ്മൾ ഇറങ്ങി തിരിച്ചത് എവിടെ പോനാ പറഞ്ഞേ? കനാൻ നാട്ടിൽ പോനാ. അക്ഷരി കനാൻ ഇസ്രായേൽ മക്കൾ പോകാൻ. നമ്മൾ സ്വർഗീയ കനാനിൽ പോകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. സ്വർഗീയ കനാനിൽ പോകാൻ ആഗ്രഹമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചേ. അയ്യട്ടാ, ഇച്ചിരൂടെ പ്രത്യാശയോടെ സ്തുതിച്ചേ. കുറച്ചുകൂടെ ആരോഗ്യത്തോടെ, കുറച്ചുകൂടെ ആത്മീയ ആരോഗ്യത്തോടെ, നല്ല സന്തോഷത്തോടെ. ആട്ടെ, സ്തോത്രം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പോകണമെന്നേ തോന്നില്ല. ഒന്നാമത് 4 നില കെട്ടിടം വിട്ടിട്ട് പോകാനും തോന്നില്ല. 4 5 എത്ര? 4 ഉള്ളൂ. ഇനി 3 നിലയുടെ പണിയണം അല്ലേ? 4 3 7 പറഞ്ഞേക്കുന്നത് അല്ലേ? സ്തോത്രം. ആട്ടെ, ഇത്രയും മതി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞ ഇതെല്ലാം കണ്ടിട്ട് ഇപ്പോൾ ഇവിടുന്ന് പോകണമെന്നേ ഇല്ല. ഞങ്ങളുടെ ഒരു അമ്മച്ചി അമേരിക്കയിൽ പോയി ന്യൂയോർക്കിൽ ചെന്ന് അങ്ങോട്ട് ലാൻഡ് ചെയ്തപ്പോൾ രാത്രിയിലായിരുന്നു ലാൻഡ് ചെയ്യുക. അപ്പോഴത്തെ ലൈറ്റും വെട്ടവും എല്ലാം കണ്ടപ്പോൾ അമ്മച്ചി പറഞ്ഞു, എൻ്റെ മോളെ വിളിച്ച് പറയാം, എൻ്റെ അടി ഇത് പുത്തനരിശിലേം തോറ്റു പോകുന്നു. പാപമുള്ള സ്ഥലം കണ്ടപ്പോൾ പുത്തനരിശിലേം തോറ്റു. അപ്പോൾ പുത്തനരിശിലേം കണ്ട എന്തായിരിക്കും? മിക്കവാറും അമ്മ അങ്ങോട്ട് പോകുന്നില്ല, അവിടെ തന്നെ കഴിയും. ഓ, നമ്മളൊക്കെ പാടാറില്ലേ, പുത്തനാമെറുശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൻ ഖേദമെല്ലാം മഞ്ഞു പോകുമേ. ഓ പുത്തനാമെറുശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൻ മാഞ്ഞു പോകുമേ. സ്തോത്രം. അപ്പം അവിടെ പോകാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പള്ളി വിട്ടു, പട്ടം വിട്ടു, യാക്കോബ, CSI, CMS, പിന്നെ RC, പിന്നെ ഹിന്ദു സമുദായം, അതെല്ലാം വിട്ടത് എന്തിനാ പറ? കുറേ നാളായി അവിടെ നിൽക്കുന്നത്, അവിടെ നിന്ന് വിടണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇനി ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ പോകും. മിക്കവാറും പോയിട്ടുണ്ട്. ഇടയ്ക്ക് ആരോ പോയെന്ന് പറയുന്നതും കേട്ടു. ഇങ്ങോട്ട് പോവും. നല്ല ഒരു പീഡനമൊക്കെ വന്നാൽ മിക്കവാറും പോവും. കാരണം ഇപ്പം നമുക്ക് പീഡനം നമുക്ക് വിഷയമല്ല, നമ്മൾ തിരിച്ചടിക്കും. ഈയിടെ ആരോ പറഞ്ഞിട്ട് ഞങ്ങളിലൊന്നിനെ തൊട്ടാൽ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്ന്. അവിടെ വന്ന് കുത്തിയിരുന്നിട്ട് പോകും. പോലീസുകാരൻ നല്ല രാത്രി നല്ല പെരുക്കുമ്പം സ്തോത്രം പറഞ്ഞുകൊണ്ട് ഓടും. നമുക്കിന് സ്തോത്രമല്ല വേറെ പറയാനൊക്കുമോ? പറയുന്നവരുണ്ട്, ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. സ്തോത്രം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോക്കിയേ, നമ്മൾ ഇറങ്ങി തിരിച്ചത് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്. ഇവിടെ പീഡനം ഉണ്ടെങ്കിലും വിഷയമല്ല, അടിയും ഉപദ്രവവും. ലോകത്തിൽ നിങ്ങൾക്ക് ഉറക്കെ പറ, കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇവിടെ പീഡനമുണ്ട്, കഷ്ടതയുണ്ട്, വേദനയുണ്ട്, ഉപദ്രവമുണ്ട്. ക്രിസ്ത്യാനായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. അപ്പോൾ ഇത് മഹാപ്രതിഫലം സ്വർഗത്ത് കിട്ടാൻ പോവുക. അതുകൊണ്ട് ഇവിടെ പീഡനമുണ്ട്, അടിയുണ്ട്, ഉപദ്രവമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളെ സുവിശേഷം പറഞ്ഞാൽ അടി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? പറ. നിങ്ങൾ മിണ്ടുന്നില്ല. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അടി കിട്ടി അവിടെ കിട്ടിയത് മേടിച്ചുകൊണ്ട് പോക്കറ്റ് ഇട്ടോണം. എന്നോട് ഈ അടുത്തിടെ ഒരാൾ പറഞ്ഞു, അച്ഛാ ഇനി നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ ഒരു കോൾ ചെയ്തേക്കണമെന്ന്. ഒരു കോൾ, ഞങ്ങൾക്കൊരു സംഘടന ഉണ്ട്, അങ്ങനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഞങ്ങൾ വന്ന് ഇടപെടും. ഞാൻ പറഞ്ഞു, നീ ഇടപെടണ്ട, എനിക്കൊരടി കിട്ടിയാൽ ഞാൻ മേടിച്ചുകൊണ്ട് പൊക്കോളാം. നിന്നെ വിളിച്ചു, ഇനി നിനക്കും 2 കിട്ടി, നീ വേറൊരുത്തനെ വിളിച്ചുകൊണ്ട് അവനും 2 കിട്ടി. മൊത്തത്തിൽ എല്ലാവർക്കും കിട്ടുന്നതിനേക്കാൾ നല്ല ഒരാൾക്ക് കിട്ടി അവൻ മേടിച്ചുകൊണ്ട് അങ്ങ്
ഇത് എൻ്റെ പൊന്നത്. ഇനി ആരുടെ സംഘടന ഉണ്ടാക്കിയെന്ന് ഇങ്ങനെ ആരിലും ഉപദ്രവിക്കുകയാണ് ഞങ്ങൾ എതിർക്കുന്ന സംഘടന വേറെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു സംഘടന അതിന് വേണ്ട. ഇത് നാമനിമിത്തം അങ്ങോട്ട് പോകുന്ന വഴിക്കും ഇത് പ്രസംഗിച്ചതിന് പേര് ഉപദ്രവം ഉണ്ട്, പേടിക്കേണ്ട. സ്റ്റാറിൻ്റെ എണ്ണം കൂടും. സ്വോത്രം ചെയ്താട്ടെ. സന്തോഷമുണ്ടേ നല്ല ആലോചന പറ. ആ സ്റ്റാറിൻ്റെ എണ്ണം കൂടും. കൂടണമെങ്കിൽ ഉപദ്രവം ഏറ്റോണം. പിന്നെ പലിശയ്ക്ക് മേടിച്ചിട്ട് കാശ് കൊടുക്കാതെ, കടം മേടിച്ചിട്ട് കൊടുക്കാതെ മുങ്ങിയാൽ അടി വേറെ. ആ അടി കിട്ടുമ്പോൾ ഞങ്ങളാരും വരത്തില്ല. നീ തന്നെ മേടിച്ചുകൊണ്ട് പൂനായിക്ക് പൊക്കോണം. അവിടെ പോയി ഒളിച്ച് പാത്ത് ഇടുന്നോട്ടും ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ ഇനി വന്നാൽ മതി ഫുൾ കൈ ഇട്ടുകൊണ്ട്. സ്തോത്രം. അങ്ങനെ വരുന്നവരൊക്കെ ഇവിടെ സ്വീകരിക്കും ഇപ്പം. അങ്ങനെയൊക്കെയാണ്. സ്തോത്രം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം. ഈ അങ്ങോട്ട് പോകാൻ ഇറങ്ങിത്തിരിച്ചതാ. കനാൻ നാട്ടിൽ അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി. അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവിടെ നിന്നുള്ള വിശുദ്ധന്മാർ നിൽപ്പുണ്ട്. നമ്മളെല്ലാം കനാൻ നാട്ടിലോട്ട് പോകാൻ വേണ്ടി സ്വർഗീയ കനാനിൽ പോയി ഇറങ്ങി ഒന്നുമില്ല നമ്മൾ ഇറങ്ങിയത് അല്ലേ. നമുക്കൊന്നുമില്ലായിരുന്നു. ഉണ്ടായിരുന്നുവല്ലോ, ഒന്നുമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാപനം തന്നെ ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ ഒന്നുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു വാര്യാപുരം യോനാച്ചായൻ അന്ന് ഇവിടെ വന്ന് പ്രസംഗിച്ച് ശുശ്രൂഷിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു PMG സഭയോട് അന്ന് പ്രവചിച്ച് പറഞ്ഞതാണ്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ, ഈ നീന്തൽക്കുളത്തിൻ്റെ അവിടെ ആരാധനാലയം ഉണ്ടാകുമെന്ന് അന്ന് പ്രവചിച്ച. അന്നുണ്ടായിരുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരുമില്ല. എല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പം പഴയ ആൾക്കാരുണ്ട് അതിനകത്ത്, അവർ വന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് പ്രവചിച്ചത് ഞാൻ കേട്ടതാണ് നിങ്ങളെപ്പറ്റി, ചർച്ചിനെ പറ്റി. അപ്പോൾ അന്ന് തിരിച്ചു ഒന്നുമില്ലായിരുന്നു. വേറെ എവിടെയൊക്കെ ആരാധിച്ച് വന്ന് ഇവിടെ ദൈവം നമുക്കൊരു സ്ഥാപനം തന്നു. സ്തോത്രം ചെയ്താട്ടെ. ഇത്രയൊക്കെ ദൈവം തന്നു. ഒന്നുമില്ലായ്മേ ദൈവം ഇത്രയും തന്നു. ഇനി ചിന്തയും മനസ്സും ഇതിൻ്റെ അകത്ത് വീഴരുത്. ഇതല്ല, ഇതിനേക്കാൾ മനോഹരമായ കൈപ്പണിയല്ലാത്തൊരു കെട്ടിടം നമുക്ക് ഉയരത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. അപ്പം നമ്മളല്ലേ തിരിച്ച് അങ്ങോട്ട് പോകാനാണ്. ഇസ്രായേൽ മക്കളും ഇറങ്ങിയത് അവിടെ പോകാൻ വേണ്ടിയാണ്. അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്കറിയില്ലോ, സംഖ്യ 32 വയ്ക്കുമ്പോൾ 2.5 ഗോത്രക്കാർ പറഞ്ഞില്ലേ, ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല, യോർദാൻ അക്കരെ വരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ആടുമാടുകൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആടിനെയൊക്കെ തീറ്റി ഇവിടെ കഴിഞ്ഞു കൂടിക്കോളാം, അക്കരെ വരുന്നില്ല. അക്കരെ ഞങ്ങൾ ഈ ഏപ്രിൽ മെയ് 2 മാസം അവധി ഉള്ളപ്പോൾ, പിള്ളേർക്ക് അവധി ഉള്ളപ്പം ടൂറ് വരാമെന്ന്. അങ്ങനെ കാണാം. അവിടെ മുന്തിരിയുണ്ട്, പിന്നെ മാതളമുണ്ട്, പിന്നെ പാലും തേനും ഉണ്ട്. കാരണം അവിടുന്ന് മുന്തിരിക്കൊല കൊണ്ടുവന്നപ്പം 2 പേര് ചുമലിലെടുത്തോണ്ട്, തോളത്തെടുത്തോണ്ടല്ലേ വന്നേ. അത്ര നല്ല ഫലപുഷ്ടമായ നന്മകളൊക്കെ അവിടെ ഇല്ലേ. അപ്പോൾ ഇവർ പറഞ്ഞത് നമുക്ക് അവിടെ ചെന്നെടുത്തുകൊണ്ട് വരാനൊക്കെ. കാരണം അനാക്കിൻ്റെ പുത്രന്മാർ അവിടെ ഉണ്ട്, അവിടെ വലിയ മല്ലന്മാർ നിൽക്കുക. നമുക്കങ്ങനെ അവിടെ ചെന്ന് താമസിച്ച് മുന്തിരി എടുത്ത് കഴിക്കണ്ട. വല്ലപ്പോഴും അവിടെ ചെന്നിട്ട് നമുക്ക് പറിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം. അതേ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പം ഇങ്ങനെ 2.5 ഗോത്രക്കാരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഈ സുഖജീവിതവും, ഇവിടുത്തെ നന്മയും, ഇവിടുത്തെ കെട്ടിടവും, ഇവിടുത്തെ വീടും, ഇവിടുത്തെ പണവും, ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം കൂടെ കണ്ടുവന്നപ്പം ശരിക്കും പറഞ്ഞാൽ മിക്ക ദൈവമക്കളും ഇപ്പോൾ അക്കരെ പോകുന്ന കാര്യം മറന്നു. മറക്കാത്തവരൊരു കല്ലുവലി പറഞ്ഞാട്ടെ. നിങ്ങൾ മറന്നില്ല. കുറച്ച് പേരൊക്കെ മറന്നു ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം കാരണം അറിയാമോ, ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചോ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചോ ഒന്നും ഇപ്പം എല്ലായിടത്തും പ്രസംഗവും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ആ കാര്യം നമ്മൾ പൊതുവെ എന്ത് ചെയ്തിരിക്കുക, മറന്നിരിക്കുക. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി ഓർപ്പിച്ചുണർത്തുന്നു, അക്കരയ്ക്ക് പോകാൻ സമയമായിട്ടുണ്ട്. കർത്താവിൻ്റെ വരവ് അടുത്തു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. സ്തോത്രം. അവൻ വേഗത്തിൽ വരും. അപ്പം തിരിച്ചപ്പോൾ ഒന്നുമില്ലാതെ തിരിച്ച ആൾക്കാർക്ക് വണ്ടിയായി, സൈക്കിളായി, വീടായി, പിന്നെ കെട്ടിടങ്ങളായി, ഫ്ലാറ്റായി, സ്ഥലമായി, സൗകര്യങ്ങളായപ്പോഴത്തേക്കും ഇവർ മടുത്തു. ഇവർ പറഞ്ഞു ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല. സ്തോത്രം. ഇവർ മടുത്തു, അക്കരെ പോകുന്നില്ല. ഇവരിപ്പോൾ പറയുക ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിന്. ഉടനെ ഇവരുടെ ഈ ചോദ്യമെല്ലാം കണ്ടിട്ട് ശമൂവേൽ ദൈവത്തോട് പറഞ്ഞപ്പോൾ ശമൂവേലിനോട് ദൈവം പറയാം, നീ പേടിക്കണ്ട, അവർ നിന്നെ അല്ല നിന്ദിച്ചത് എന്നെയാണ്. ഞാൻ അവർക്ക് ഒരു രാജാവിനെ കൊടുത്തേക്കാം, അവരാഗ്രഹിച്ചതുപോലെ ഒരു രാജാവ്. ഇസ്രായേലിൽ ഏറ്റവും പൊക്കമുള്ള, തോൽ മുതൽ പൊക്കമുള്ള, നല്ല പവിഴമിറമുള്ള, നല്ല കോമളത്വമുള്ള ഒരാളെ കൊണ്ട് വെച്ചു കൊടുത്തു. ആരാ? ശൗലിനെ. സ്തോത്രം. ഇവരാഗ്രഹിച്ചതുപോലെ തന്നെ. ഇപ്പോഴായാലും ആൾക്കാരുടെ എല്ലാ ആഗ്രഹം അതൊക്കെ തന്നെ, കോമളത്വവും കഴിവും മിടുക്കും സാമർഥ്യമുള്ളവരും. ദൈവം തിരഞ്ഞെടുത്ത് വരുമ്പോണ്ടോ ഇവരുടെ ഇഷ്ടത്തിന് കൊടുത്താൽ
ഇവരുടെ ഇഷ്ടത്തിന്. ഞാൻ ഇതിനകത്തൊരു ദൂത് പറയാം. ഈ എല്ലാ വിഷയത്തിനും മറുപടി കിട്ടുമ്പോൾ എനിക്ക് ദൈവം തന്നെന്ന് അവകാശപ്പെടല്. നമ്മുടെ നിർബന്ധത്തിന് ചിലപ്പം ദൈവം ചില വിഷയത്തിന് മറുപടി തരും. അത് ദൈവഹിതമാണെന്ന് ചിന്തിക്കരുത്. സ്വോത്രം ചെയ്താട്ടെ. നമ്മുടെ നിർബന്ധം തന്നേ പറ്റൂ, ഇടപെട്ടേ മതിയാകൂ, ഈ മാസം തീരുന്നതിന് മുമ്പേ ആ വിഷയത്തിന് മറുപടി തരണം എന്ന് നമ്മുടെ പിടിവാശിക്ക് ദൈവം മറുപടി തന്നിരിക്കാം. അത് ദൈവഹിതമാണെന്ന് ചിന്തിക്കരുത്. ദൈവഹിതത്തിൻ്റെ അകത്തൊരു പ്രത്യേകത ഉണ്ട്. അല്പം വൈകിയെന്ന് വരാം, വൈകിയാലും കാത്തിരിക്കാൻ വരും നിശ്ചയമെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച്. ദൈവം ഒരു പക്ഷെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി അല്പം വൈകിച്ചെന്ന് വരും. സ്തോത്രം. നിരാശപ്പെടണ്ട, ഭാരപ്പെടണ്ട. ദൈവഹിതത്തിനകത്ത് താമസിച്ചു വരുന്ന നന്മയ്ക്കകത്ത് സന്തോഷമുണ്ട്. അതല്ലേ ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ വരമരുളി നീ അത്ര എൻ രക്ഷ സ്ഥാനോ. പരപരമേശ വരമരുളീശ ോ. ആദിയിങ്കൽ കയ്പ്. ദൈവഹിതത്തിനകത്ത് ആദ്യം കയ്പായിരിക്കും, പക്ഷെ ഒടുക്കം മധുരമായിരിക്കും. മാനുഷികമായ പദ്ധതിക്കകത്ത് ആദ്യമൊക്കെ മധുരിക്കും, പക്ഷേ സ്തോത്രം ഒടുക്കം അത് കയ്പായിട്ട് മാറും. ദൈവഹിതത്തിനകത്ത് ആരംഭം കയ്പാണെങ്കിലും ഒടുക്കം ഒരു വലിയ മധുരമായി മാറുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. മടങ്ങി വരട്ടെ വിഷയത്തിലേക്ക്. പ്രാർത്ഥിച്ചു, ചോദിച്ച പോലെ തന്നെ കൊടുത്തു. ആരെയാ? ശൗലിനെ കൊടുത്തു. ശൗലും ഭൃത്യനും കൂടെ പരിയല്ലേ 5 ദേശങ്ങൾ കയറി സൂഫ് ദേശത്തെത്തിയപ്പോൾ ഭൃത്യൻ പറഞ്ഞു, ശൗല് പറയാ, നമുക്ക് തിരിച്ചു പോകാം, കാരണം അപ്പന് കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് എന്നെക്കുറിച്ച് ചിന്തിക്കും, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോൾ ഭൃത്യൻ പറയാ, പോകാൻ വരട്ടെ, ഇവിടെ ഒരു ദൈവ മനുഷ്യൻ ഉണ്ട്, ഒരു ദൈവപുരുഷൻ ഉണ്ട്, നമുക്ക് അവിടെ ചെന്നിട്ട് ആലോചന ചോദിച്ചിട്ട് മടങ്ങിപ്പോകാം. ഉടനെ ഈ ശൗലിൻ്റെ മറുപടിയാണ്, ആ ദൈവമനുഷ്യനെ കൊടുക്കാൻ എൻ്റെ ഭണ്ഡാരത്തിൽ എന്തില്ല? അപ്പമില്ല, ആഹാരമില്ല കൊടുക്കാൻ. സ്തോത്രം. ഈ ഭൃത്യൻ പറയുക, പേടിക്കണ്ട, എൻ്റെ പക്കൽ 1/4 ശേക്കൽ വെള്ളി ഉണ്ട്, അത് ഞാൻ കൊടുക്കാം. ഞാൻ അവിടെ ഒരു ചോദ്യം പറഞ്ഞിട്ട് നിർത്താം, ബാക്കി അടുത്ത ദിവസമാട്ടെ. സ്തോത്രം. ഇവൻ എവിടുന്ന ഈ ചിന്ത വന്നത്? എങ്ങനെ ഈ ദൈവമനുഷ്യന് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കൊടുക്കണമെന്നുള്ള ചിന്ത ഇവൻ എവിടുന്ന് കിട്ടി? ഇനി അത് തെറ്റോ ശരിയോ എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്. ഇവനെ എനിക്ക് തോന്നുന്നത് ഇവൻ്റെ വീട്ടിൽ വെച്ച് ഇവൻ്റെ അപ്പനും അമ്മയും ദൈവവേലയ്ക്കും ദൈവദാസന്മാർക്കും കൊടുക്കുന്നത് ഇവൻ കണ്ടിട്ടുണ്ടാവണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പണ്ട് ദൈവദാസന്മാർ വരാൻ വേണ്ടിയായിരുന്നു വിശ്വാസികളുടെയൊക്കെ തിടുക്കവും ആഗ്രഹവും. കാരണം പണ്ട് കാലത്ത് ഭക്ഷണമൊന്നും വലുതായിട്ട് ഇല്ല. അന്നത്തെ കാലത്ത് ഈ ഭക്ഷണം ഇല്ലെങ്കിലും ഉണ്ടല്ലോ, ഒരു വീട്ടിൽ ഒരു ദൈവദാസൻ വന്നാൽ അദ്ദേഹത്തിന് കൊടുക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. മുട്ടയിടാത്ത കോഴിയൊക്കെ പിടിച്ച് ഞെക്കി മുട്ട ഇടിയിക്കും. ആ കോഴിയുടെയൊക്കെ പുറകെ ഓട്ടമായിരുന്നു. ഞാനും ഓടിയിട്ടുണ്ട്. കാരണം ഇതിനെ പിടിച്ചിട്ട് മുട്ട ഇടിച്ചു പിന്നെ കോഴിയെ കറി വെക്കുന്നത്, പിന്നെ നല്ല ഭക്ഷണം എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് വെക്കുന്നത് ദൈവദാസന്മാർ വീട്ടിൽ വരുമ്പോഴാണ്. അന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ തന്നെ 7 മക്കളും 8 മക്കളും ഒക്കെയാണ്. ഈ 7-8 മക്കളുള്ളപ്പോൾ തന്നെ വലിയ പട്ടിണിയാണ്. എത്രയും പേർക്ക് കഴിക്കാനൊന്നും കൊടുക്കാൻ അന്നത്തെ കാലത്തില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് ചിലപ്പോൾ ഉപദേശിമാർ കയറി വരുന്നത്. ഈ മക്കൾക്ക് കൊടുക്കാതെ ദൈവദാസന്മാർക്ക് കൊടുത്ത തലമുറകളുണ്ടായിരുന്നു. സ്തോത്രം. അതിന് തെളിവ് ഞാൻ പറയാറുണ്ട്. ഈ വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്റർ ഈ കാറും ഈ വീടും ഇവിടെയൊക്കെ ഇത്രയും കിട്ടാനും കാരണം സ്തോത്രം ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ആ പട്ടിണിയുള്ള കാലത്തും കഷ്ടതയുള്ള കാലത്തും ഒരു ദൈവദാസൻ ഉപദേശിച്ച് തോൾ സഞ്ചിയും തൂക്കിയിട്ട് ഒരു ദൈവദാസൻ കയറി വരുന്നത് കാണുമ്പോൾ ഉള്ളത് മുഴുവൻ പ്രാർത്ഥിച്ച് അവർക്ക് കൊടുക്കും. അവർ കഴിച്ച് തൃപ്തിയായിട്ട് സ്തോത്രം ചെയ്ത് പോകുമ്പോൾ അത് തലമുറയ്ക്ക് വിടുതലായിട്ടുണ്ടെന്ന്. സ്തോത്രം ചെയ്യട്ടെ. അന്ന് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തെ മാനിച്ചപ്പോൾ ഇന്ന് തലമുറകളുടെ സ്ഥിതി ദൈവം മാറ്റിയിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവന് കൊടുത്തു. അതിലൊരു വാക്യമുണ്ടല്ലോ, എബ്രായ ലേഖനം 6:10 ദൈവം നമ്മുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിച്ചതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. സ്തോത്രം. തൻ്റെ നാമത്തോട് എന്തെങ്കിലും നീതി കാട്ടിയിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രതിഫലം ഇവിടെ വെച്ച് തന്നെ ഉണ്ടെന്ന് ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് അവന് മനസ്സിലായി, അവന് ബോധ്യപ്പെട്ടു, ഈ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന് കൊടുക്കണം. എൻ്റെ പക്കലൊന്നുമില്ല, പക്ഷേ ഭൃത്യം പറഞ്ഞു എൻ്റെ പക്കൽ കാൽശക്കൽ വെള്ളിയുണ്ട്. സത്യത്തിൽ ഇത് കൊടുക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഇവനെ അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. ഇവനെ അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. സ്തോത്രം. അവിടെ ചെന്നു. അന്ന് ഇവര് ഈ ദൈവമനുഷ്യനെ കാണാനായിട്ട് പോകുന്ന വഴിക്ക് അവിടെ ചെന്നു, ദൈവമനുഷ്യനെ കണ്ടു. അവിടെ അന്ന് തങ്ങി പിറ്റേ ദിവസം പോകുമ്പോൾ, ഞാൻ ചുരുക്കമായിട്ട് പറയാം, പിറ്റേ ദിവസം പോകുമ്പോൾ ഈ ശൗലിനോട് ചില പ്രബോധനങ്ങൾ പോലെ ചില ഉപദേശങ്ങൾ ഈ ദൈവപുരുഷൻ പറയുക. 10-ാം അധ്യായം എടുക്കാമോ? ശമൂവേലിന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 10-1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചോ. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവകാശത്തിന്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീന്റെ അതിരിങ്കൽ സെൽസഹിൽ റാഹേലിന്റെ കല്ലറക്കരികെ വെച്ച് 2 ആളെ കാണും. ഇങ്ങോട്ട് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ വല്യമ്മച്ചിയുടെ കല്ലറ എവിടെ ഉണ്ട്? സെൽസഹിലുണ്ട്. കാരണം ഈ വല്യമ്മച്ചി ഈ കല്ലറ കാണിക്കാൻ കാരണം എന്തുവാ? പോകുന്ന വഴിക്ക് കല്ലറ കണ്ടു. എന്നാൽ ഒരു കാര്യം ഒരു മെഴുകുതിരിയുടെ കത്തിച്ചിട്ട് പോകണം. പൂവിടലിലെ മെഴുകുതിരി കത്തിക്കേണ്ട കല്ലറ കാണിക്കാൻ കാരണമുണ്ട്. ഈ പദ്ദനാരാമിൽ നിന്ന് വരുന്ന വഴിക്ക് റാഹേലും ലേയും യാക്കോബും മക്കളും ഇവരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ 20 വർഷം കഴിഞ്ഞപ്പോഴാണ് യാക്കോബിന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു, ഞാൻ ബേഥേലിൻ്റെ ദൈവമാണ്, നീ അങ്ങോട്ട് പോകണം. പണ്ട് അവിടുന്ന് ഒറ്റയ്ക്ക് നിന്നപ്പോൾ എണ്ണ എടുത്ത് കല്ല് നാട്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് പറഞ്ഞു ഇതൊരാലയമായിട്ട് തീരും. കാരണം പുള്ളി ഇങ്ങനെ പോകുന്ന വഴിക്ക് കല്യാണം കഴിച്ചു, പിന്നെ കുടുംബജീവിതം വന്നപ്പോൾ എണ്ണയും മറന്നു, കല്ല് നാട്ടിയ കാര്യവും മറന്നു. മിക്കവാറും പേര് അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം കല്യാണം കഴിക്കുന്നതോടുകൂടിയാണ് മിക്കവാറും പേരെല്ലാം മറക്കുന്നത്. അപ്പം ഈ ചെയ്യാനുള്ളതൊക്കെ എന്ത് ചെയ്തോണം? ഇതൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ചിലരൊക്കെ തീരുമാനം പറഞ്ഞു. ഈയിടെ എന്നോടൊരാൾ പറഞ്ഞത്, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ അമ്മയും എൻ്റെ അപ്പനെയും ഞാൻ നോക്കും. ഞങ്ങളുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട് കല്യാണം കഴിച്ച് അന്ന് ഭാര്യ വീട്ടിൽ കയറിയത് ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ലെന്ന്. ചിലപ്പോൾ അപ്പം വേറൊരുത്തൻ എന്നോട് പറഞ്ഞത്, ഞാൻ എൻ്റെ സഹോദരനെ പോലെ അല്ല, അവൻ അമ്മയെ നോക്കുന്നില്ല, അവൻ്റെ ഭാര്യയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നില്ല, ഞാനങ്ങനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്തിടെ ചോദിച്ചപ്പോൾ അവനും അത് തന്നെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ വല്ലതും പൈസയായിട്ട് കൊടുക്കുന്നെങ്കിൽ എപ്പോൾ കൊടുക്കണം? നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് എന്താ? കൊടുക്കാൻ പറ്റില്ലെന്നോർത്താണോ? കൊടുക്കുന്നെങ്കിൽ കല്യാണത്തിന് മുമ്പ് എന്തായാലും കൊടുത്തോണം. ഇവൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ കല്ലും നാട്ടി എണ്ണ ഒഴിച്ച് പോയതാ. ഇതുവരെ ആശ മറന്നില്ല. കാരണം അവിടെ ചെന്ന് 7 വർഷം ലാബാൻ കളിപ്പീരിന് PhD എടുത്തിട്ടിരിക്കുക. അന്നേരം ആ സഹോദരിയുടെ മകനെ കിട്ടി. അവനിപ്പോൾ ഈ സഹോദരനൊന്നും വിഷയമല്ല, ആരെ കമത്തി അടിച്ചാലും കാര്യം നടക്കണം, അങ്ങനെ ഉള്ള ഒരു ചിന്തക്കാരനാണ്. അങ്ങനെ വന്നപ്പോൾ ആണ്ട വന്നു സഹോദരിയുടെ മോൻ, അച്ഛാ എന്നോട് വിശേഷം? ഞാൻ അവിടെ നിന്ന് ഓടി വരിക, കാര്യമൊക്കെ പറഞ്ഞിട്ട് ലാഭം പറഞ്ഞു, വെറുതെ നീ എന്നെ സേവിക്കണ്ട, എനിക്ക് 2 പെൺപിള്ളാരുണ്ട്, അതിൽ ഒരാളെ ഞാൻ എന്തു ചെയ്യാം, തന്നേക്കാം. ഒരു കാര്യം ചെയ്ത് നീ ആടിനെയും കൂടെ കുളിപ്പിച്ച് റെഡിയാക്കി വൃത്തിയാക്കി. ഇവനങ്ങ് ആടിനെ കുളിപ്പീരും ബഹളവുക. സത്യം പറഞ്ഞ ആടൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കൊണ്ട് നല്ല ഒന്നാന്തരം ആടായി കാണും. കാരണം ഈ കല്യാണം കഴിഞ്ഞ തുടക്കത്തിൽ പുളിമ്പൊടിയും ഓക്കെ എല്ലാം നന്നായിട്ട് കലക്കി കൊടുത്ത് കാണും. അപ്പോൾ ഏതായാലും കൊള്ളാം കല്യാണം, ഞാൻ വിശദീകരിക്കുന്നില്ല. കല്യാണം കഴിച്ച് 7 കൊല്ലം അങ്ങനെ പോയി. പിന്നെ 7 കൊല്ലം കല്യാണം കഴിച്ച് 7ാമത്തെ കൊല്ലം ഈ കല്യാണം കഴിച്ച് അന്ന് തന്നെ പുള്ളി മൂടുപടം മാറ്റി നോക്കിയപ്പോൾ റാഹേലിനെ ഉദ്ദേശിച്ചത് കിട്ടിയതാരെയാ? ലേയ. പുള്ളി അന്ന് തന്നെ ലാബാനെടുത്ത് ഉടക്കി കാണണം.
ഞാനപ്പോൾ ആ ഉടക്കൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഏതായാലും കൂടെ ലാഭം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇന്നൊരു 7 കൊല്ലം കൂടെ സേവിച്ചോളം പറഞ്ഞു. അങ്ങനെ വീണ്ടും 7 7 14 കൊല്ലം, പിന്നെ 7 കൊല്ലം ആടിൻ്റെ പുറകെ, അങ്ങനെ ഒരു 20 കൊല്ലം പുള്ളി അങ്ങ് പോയി. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ പുള്ളി ഓർത്തത്, ഈ കല്ല് ഇവിടെ ഉണ്ടല്ലോ, ലൂസ് എന്ന പട്ടണത്തെ കല്ലും നാട്ടി ആലയമാകുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു പോയതല്ലേ എന്ന് ഞാൻ ബഥേലിൽ എഴുന്നേറ്റോളം പറഞ്ഞു. അവിടുന്ന് എഴുന്നേറ്റ് വരുന്ന കൂട്ടത്തിലാണ് ഈ ലാബാൻ്റെ ഗ്രഹബിംബം എന്ത് ചെയ്തു, ഇതിൽ ഒരു സഹോദരി എടുത്തുകൊണ്ടിങ്ങി പോന്നു. എനിക്ക് തോന്നി ഈ റാഹേൽ ഇത് എടുക്കാൻ കാരണം എൻ്റെ ഒരു ചിന്തയാണ്. ഈ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് 16 തിരിച്ച് റിട്ടയർഡായിട്ട് പോകേണ്ടി വന്നാൽ, ശുശ്രൂഷയൊക്കെ റിട്ടയർഡായിട്ട് പോകേണ്ടി വന്നാൽ, അവിടെ ചെന്നാൽ ചില സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഈ ഗൃഹബിംബം ആഴത്തിരുന്നാൽ ചെന്നാൽ കൈവശമാക്കാമല്ലോ എന്നൊക്കെ ചിന്ത ചിലപ്പോൾ ഇവക്ക് വന്ന് കാണും. അതുകൊണ്ടായിരിക്കും എടുത്തെന്തായാലും മടിത്തുണ്ടിൽ കെട്ടിവെച്ചോ, ഇനിയും വാഹനത്തിനകത്ത് വെച്ചോ, എവിടെ വെച്ചെന്നറിയില്ല, എല്ലാം പാക്ക് ചെയ്തു. ആരും അറിയാത്ത ഇടത്ത് എന്ത് ചെയ്തു, അവൾ മറച്ചു വെച്ചു. യാത്ര അങ്ങോട്ട് തുടങ്ങി. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും അല്ല, പാട്ടൊക്കെ പാടി ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് 3-ാം ദിവസം ലാബാൻ അറിവ് കിട്ടി, ഇല്ല ഈ യാക്കോബും ഭാര്യമാരും കടന്നു കളഞ്ഞെന്ന് അറിഞ്ഞ് ലാബാൻ പുറകെ വന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ മലഞ്ചെരുവിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, അവനോട് നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്തു പോയേക്കരുത്. ഏതായാലും കൊള്ളാൻ ലാബാൻ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ പോന്നതിൽ എനിക്ക് സന്തോഷം, അല്ല നീ ഒന്നുകൂടെ പറഞ്ഞിരുന്നത് ഞാൻ നല്ലൊരു സെൻഡ് ഓഫ് നടത്തിത്തരാം, അത് പറഞ്ഞില്ല. ഏതായാലും കൂടെ നീ പോയത് പൊക്കോട്ടെ, ശരി ആയിക്കോട്ടെ, നീ എൻ്റെ ഗൃഹബിംബം മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്തിനാ, അതെനിക്ക് തന്നേക്കാൻ പറഞ്ഞു. ഉടനെ യാക്കോബ് നിഷ്കളങ്കന. ഈ പുരുഷന്മാരെ സംബന്ധിച്ച് അവർ നിഷ്കളങ്കരാ. ഈ പെട്ടെന്ന് ചാടി എന്തെങ്കിലുമൊക്കെ പറയും, കോപിച്ച് പറയും, പക്ഷേ 2 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, തണുക്കും. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു തണുപ്പില്ലെന്ന് തോന്നുന്നല്ലോ, പെട്ടെന്ന് തണുക്കും. പക്ഷേ ഇതുങ്ങളെ സംബന്ധിച്ച് അങ്ങനല്ല. എത്ര കൊല്ലം വേണമെങ്കിലും ആ ഒരു കേട്ട വിഷയം ഹൃദയത്തിൻ്റെ അകത്ത് വെക്കും. ഇവരെ സംബന്ധിച്ച് യാക്കോബ് നിഷ്കളങ്കനായതുകൊണ്ട്, നിങ്ങൾ പിണങ്ങല്ലേ, നിഷ്കളങ്കനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആരുടെ പക്കലുണ്ടോ അവർ മരിക്കണം. അത് തീരുമാനമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു, എൻ്റെ ചിന്തയാണ്, എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ യാക്കോബ് വിചാരിച്ച് കാണും, ഇനി ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ലേയുടെ കയ്യിലായിരിക്കും. ഇനി തട്ടിപ്പോകുന്നെങ്കിൽ അവളങ്ങ് കാണാനും കൊള്ളത്തില്ല, അങ്ങനെ കണ്ണിന് ശോഭക്കുറവെന്നാ. അപ്പോൾ ഇനി കൊണ്ടു നടക്കാനും കൊള്ളത്തില്ല, പോകുന്നതിൽ അവൾ പോട്ടെന്നൊക്കെ ചിലപ്പോൾ ഇദ്ദേഹം വിചാരിച്ച് കാണും. എന്തായാലും കൊള്ളാം. കസ്റ്റഡിയിലോട്ട്, ആരുടെ കസ്റ്റഡിയിലാണെന്നറിയാമോ, റാഹേലിൻ്റെ കസ്റ്റഡിയിലാണ്, ഒട്ടകപ്പുറത്തിരിപ്പുണ്ട്. ഇതെല്ലാം ഇവൾ ഈ പാക്ക് ചെയ്ത് ഈ ലാബാൻ്റെ അവകാശങ്ങളും അവിടുത്തെ അന്യദൈവത്തെയും കൊണ്ട് പോകുന്ന വഴിക്ക് പാട്ടിനും കുറവില്ല. തീ കത്തിക്കായി എന്നെ സ്വർഗീയ രാജാവേ, ഭയങ്കര ഗംഭീരമായിട്ട് പോകുമല്ലേ. പോകുന്ന വഴിക്ക് അങ്ങോട്ട് എത്തുന്നില്ല, എഫ്രാത്തയിലെത്തുന്നു. കണ്ടോ, എഫ്രാത്തയിലെത്തുന്നതിന് മുമ്പേ അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചെന്ന. ഈ 35 അങ്ങോട്ട് കനാൻ നാട്ടിൽ എത്താൻ പോവുകയാണ്, അവകാശമുള്ള സ്ഥലത്തോട്ട് എത്താൻ പോകുന്നപ്പോൾ യാക്കോ പറഞ്ഞു, നിങ്ങളുടെ കാതിലെ പൊൻകുണുക്കുകളെല്ലാം എന്ത് ചെയ്യണം, കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിടണം. പക്ഷേ എല്ലാവരും കുഴിച്ചിട്ട കൂട്ടത്തിൽ റാഹേൽ അവിടെയും എന്ത് ചെയ്തില്ല, കുഴിച്ചിട്ടില്ല. അവസരം തരുമ്പോൾ അത് വിനിയോഗിക്കണം. സ്തോത്രം ചെയ്യട്ടെ. ദൈവം അവസരം തരുമ്പോൾ അത് വിനിയോഗിക്കണം. മാനസാന്തരത്തിന് അവസരം തരുമ്പോൾ മാനസാന്തരപ്പെടണം. അത് മടങ്ങി വരാൻ അവസരം തരുമ്പോൾ മടങ്ങി വരണം. അവൾ വന്നില്ല. അവൾ അതൊന്നും മറച്ചു വെച്ചിട്ട് പിന്നെ യാത്ര പുറപ്പെട്ടു. നിങ്ങൾക്കറിയാമല്ലോ സംഭവം. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, പേര് വിട്ടു ബെനോനി. എന്നിട്ട് അവൾ കണ്ണടച്ചു. യാക്കോബ് പേരിട്ടു ബെനോനി അല്ല, ബെന്യാമീൻ, കടിച്ച് കീറുന്ന ചെന്നായി. ആ ചോരക്കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ടാണ് യാക്കോബ് വീണ്ടും യാത്ര പുറപ്പെട്ടു. പക്ഷേ അവിടെ തന്നെ ഒരു കുഴിയെടുത്ത് അവിടെ തന്നെ അവളെ അടക്കിയെന്നാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് അങ്ങ് എത്താൻ പറ്റിയില്ലെന്ന് എൻ്റെ ദൂത്. എവിടെ? ഉദ്ദേശിച്ച സ്ഥലത്ത്, എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റിയില്ല.
ഒത്തിരി പേർക്ക് പറ്റിയില്ല. ഇന്ന് രാത്രിയിൽ ഒരു ദൂത് പറയാം, പലർക്കും പറ്റിയില്ല, പക്ഷെ നമുക്ക് അവിടെ എത്തണം. സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എത്തണം. ഇവിടെ ഓടിയതും അദൂഷയ്ക്ക് ഇറങ്ങിയിട്ട് അവസാനം ഗതികേടിലാകരുത്. കർത്താവിൻ്റെ കൃപയിൽ ഇറങ്ങിയിട്ട് അവസാനം ഈ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകരുത്. നമുക്ക് അക്കരെ നാട്ടിൽ എത്തണമെന്ന് ആഗ്രഹമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഈ ആത്മീയത്തിൽ വന്നിട്ട്, ഉപവാസ പ്രാർത്ഥന വന്നിട്ട്, വിശ്വാസത്തിൽ വന്നിട്ട്, പെന്തിക്കോസ്ത് ജീവിതം നയിച്ചിട്ട് അവസാനം കൃപയിൽ നിന്ന് പോകാതെ അങ്ങ് എത്തണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ശൗലിനോട് പറയുകയാണ്, നിന്നോടൊരു അതിപ്രധാനമായ ദൂതുണ്ട്. നിന്റെ വല്യമ്മച്ചി അങ്ങെത്തില്ല, നടുറോഡിൽ ദാണ്ട കല്ലറ കിടപ്പുണ്ട്, നിനക്ക് അങ്ങ് എത്തണം. അതുകൊണ്ട് നിന്റെ മേൽ ഒരഭിഷേകം ഉണ്ട്. നിന്നെ ഞാൻ ഇസ്രായേലിൻ്റെ പ്രഭുവായി അഭിഷേകം ചെയ്യുകയാണ്. അതുകൊണ്ട് നീ എന്നെ പിരിഞ്ഞു പോകുമ്പോൾ നീ അങ്ങോട്ട് പോകുമ്പോൾ കല്ലറ കാണും. കല്ലറ കണ്ടിട്ട് ഒരു നിമിഷം നീ ചിന്തിക്കണം, പരാജയപ്പെട്ടവരുണ്ട്, നീ പരാജയപ്പെടല്ലേ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥന പ്രാരംഭ നിമിഷങ്ങളിൽ ദൈവാത്മ പറയുന്നു, നിന്റെ മേൽ വീണ അഭിഷേകം, നിന്റെ മേൽ വേണ ദൈവകൃപ നീ നഷ്ടപ്പെടുത്തരുതേ. അതിനുവേണ്ടി ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസയാത്ര ധൈര്യത്തോടെ ചെയ്യുന്ന ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. നമുക്ക് പരാജയപ്പെട്ടവരുടെ ചരിത്രം ഒത്തിരി ഉണ്ട്. ഞാൻ നാളെ അത് വിശദീകരിക്കാം. കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലുണ്ട്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചു. മിക്ക പേരിലും, പക്ഷെ ചിലരിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരിലാരും ബലഹീനർ ഇല്ലായിരുന്നു, രോഗികൾ മുഴുവൻ സൗഖ്യമായെന്ന്. സ്തോത്രം. കുഞ്ഞാടിനെ ഭക്ഷിച്ചപ്പോൾ അത് രക്തമെടുത്ത് കട്ടളക്കാരൻ്റെ മേൽ കുറുമ്പടി മേൽ പുരട്ടിയപ്പോൾ അവരുടെ മേലുള്ള ശാപങ്ങൾ അഴിഞ്ഞു, ബലഹീനതകൾ മാറി, അവർ ആരോഗ്യം പ്രാപിച്ച് കനാൻ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. എഴുതിയിരിക്കുന്ന വാക്യം, അവരിലെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെല്ലാം ഒരേ ആത്മീയ ആഹാരം ഭക്ഷിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. പ്രിയരെ കേട്ടോ, അവർ രോഗശാന്തി പ്രാപിച്ചു. പത്രോസ് എഴുതിയിരിക്കുന്നത്, സ്തോത്രം, അവർ ചെങ്കടൽ കടന്നപ്പോൾ സ്നാനത്തിനൊരു മുൻകുറി. അപ്പോൾ അവർ സ്നാനപ്പെട്ടു, ആത്മീയ ആഹാരം ഭക്ഷിച്ചു, ആത്മീയ പാനീയം കുടിച്ചു, കർത്തൃമേശ എടുത്തു. രോഗശാന്തി കിട്ടി, സ്നാനപ്പെട്ടു, കർത്തൃമേശ എടുത്തു. പക്ഷെ അവരെ പറ്റി പൗലോസ് എഴുതിയിരിക്കുന്നു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. മിക്ക പേരിലെന്ന് പറയുമ്പോൾ കുറച്ചു പേര് രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി എൻ്റെ ദൂത് അവസാനിപ്പിക്കാം. എല്ലാവരും പോകാൻ ഇറങ്ങിത്തിരിച്ചവരാ, പക്ഷേ കുറച്ചു പേര് മാത്രമേ അക്കരെ നാട്ടിൽ പോയിട്ടുള്ളൂ. ഇന്ന് രാത്രി എൻ്റെ ചിന്ത അവസാനിപ്പിക്കട്ടെ, നമുക്ക് അക്കരെ എത്തണം. ഓടിയതും അധ്വാനിച്ചതും നഷ്ടമാകല്ലേ. എൻ്റെയും നിന്റെ മേൽ ഒരഭിഷേകം ഉണ്ട്, അത് നഷ്ടപ്പെടുത്തരുത്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ ഏശാവിനെ പോലെ നിങ്ങൾ അഭക്തന്മാരാകരുതേ. അതുകൊണ്ട് നമുക്ക് അക്കരെ എത്തണം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. സമയത്തിൻ്റെ ദൗർലഭ്യത കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. നമുക്ക് അക്കരെ എത്തണം. എൻ്റെ പ്രിയര്, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയും പ്രതികൂലങ്ങളും ഒക്കെ വന്നിരിക്കാം, പക്ഷേ വിശ്വാസത്തിൽ നിന്ന് അടിപതറിപ്പോകരുത്, വിശ്വാസത്തിന് പുറകോട്ട് പോകരുത്. എത്രയോ പേര് പരാജയപ്പെട്ടു. എന്നിലും ഭക്തന്മാരും എന്നിലും ശക്തന്മാരും പലരും പിൻവാങ്ങിപ്പോയി. അനേകര് പണത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു, അനേകര് സ്തോത്രം പദവിക്ക് മുമ്പിൽ പരാജയപ്പെട്ടു. തിരുവെഴുത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ചിലർ ദ്രവ്യാഗ്രഹികളായി. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ. ദ്രവ്യാഗ്രഹം എന്ന പിശാച് അകത്ത് കയറിയാൽ സകലവിധ ദോഷവും ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, സമ്പത്തില്ലായിരുന്നവർക്കെല്ലാം പണം കിട്ടിയപ്പോൾ ദ്രവ്യാഗ്രഹത്തിൽ മതിമറന്നപ്പോൾ അവർ കൃപ മറന്നുപോയി, അവർ അഭിഷേകം മറന്നുപോയി, അവർ ദൈവസാന്നിധ്യം മറന്നുപോയി. പദവിക്ക് വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ പദവി വേണ്ട, ഇവിടെ പണം വേണ്ട, ഇവിടെ ഒരു ലോകത്തിലൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഇറങ്ങിത്തിരിച്ചവരൊക്കെ പരാജയപ്പെട്ടു. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയാം, ഞാനും നിങ്ങളും തോറ്റുപോകരുത്, പരാജയപ്പെടരുത്. കർത്താവിന്റെ വരവിങ്കൽ കാണണം, കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടണം. നമ്മുടെ അരുമനാഥന്റെ വരവ് അടുത്തിരിക്കുകയാണ്. 2019 ഒരുപക്ഷെ കർത്താവ് വരാൻ കഴിയും, സാധ്യതയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രിയിലെങ്കിൽ എനിക്ക് അവന്റെ വരവിങ്കൽ എടുക്കപ്പെടാൻ കഴിയുമെന്ന്? എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ജീസസ്.
ഒരു നിമിഷം സമർപ്പിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. പരാജയപ്പെടല്ലേ, തോറ്റുപോകല്ലേ. ഇന്ന് രാത്രി ദൈവസാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഓ മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ ഓ തിരുക്കരം നീട്ടിയെടുത്തണച്ചു, ഭയപ്പെടേണ്ട നൂരച്ചവനെ. ഓ തിരുക്കരം, ഓ ഭയപ്പെടേണ്ട ഉരച്ചവനെ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. കരമടിച്ച് പാടിയാട്ടെ. പാടിയിടുമേ നന്ദിയോടെ ഞാൻ. ഓ പകർന്ന തൈലം പോൽ നിന്നാമോ, പാരിൽ സൗരഭ്യം വീശുന്നതാൽ. പകർന്ന തൈലം പോൽ നിന്നാമോ, പാരിൽ സൗരഭ്യം. ഓ പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളെ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. ഓ പഴിദൂഷി, ഹല്ലേലൂയ, മാറ്റിയിടണേ. വാഴ്ത്തുമേ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ പാടിയിടുമേ. വാഴ്ത്തുമേ എൻ്റെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദി, നന്ദിയോ, ഓ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് രാത്രി നമ്മുടെ കരങ്ങൾ അടിച്ച് അല്പം നിമിഷം ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന നന്മകൾ. എന്നാൽ ഇവിടെ നീ തകർന്നു പോകരുത്, പരാജയപ്പെടരുത്. ഒത്തിരി പേര് പരാജയപ്പെട്ടു, ഒത്തിരി പേര് തോറ്റുപോയി. അതിന് നടുവിൽ ജയത്തോടെ നിൽക്കുവാൻ നിത്യതയുടെ വെളിപ്പാട് ലഭിച്ച ദൈവമക്കൾ, നിത്യതയുടെ പ്രകാശനം ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കൂ. എല്ലാവരും ആരാധിച്ചാണ് ഇന്ന് രാത്രി. ഈ രാത്രി ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇസ്രായേലിന്റെ പ്രഭുവായിട്ട് ശൗലിനെ അഭിഷേകം ചെയ്തു. എന്നാൽ ശൗലിന്റെ ജീവിതത്തിലും പരാജയമുണ്ടായി. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി സമർപ്പിക്കാം. നാം ആരും തോറ്റുപോകരുത്, നാം ആരും പരാജയപ്പെടരുത്, ആരും ദൈവകൃന്ന് പോകരുത്. ഈ കൃപയിൽ ഒരുമിച്ച് നിൽക്കാം, ഈ കൃപയിൽ ആനന്ദിക്കാം. കർത്താവ് വരാറായി, നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സമയം അനുഭവിച്ച ദൈവത്തിനോടും സഭയോടും നന്ദി പറയുന്നു. തുടർന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാം. സർവശക്തൻ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിൻ്റെ കരത്തിലേക്ക് ഇന്ന് രാത്രി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ആ പട്ടണത്തിലൊരു ദൈവപുരുഷനുണ്ട്. അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു എന്ന് തിരുവചനത്തിലൂടെ ശൗമേൽ പ്രവാചകനെക്കുറിച്ച് ശ്രവിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ. പുതിയ നിയമത്തിൽ ആ നല്ല പ്രവാചകൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ അടുക്കൽ ഓടിയെത്തുന്ന ആ നല്ല പ്രവാചകനായ യേശു കർത്താവ് ഇന്ന് രാത്രി കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ഞാൻ വിളിച്ചത്, വേർതിരിച്ചത് ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾക്ക് മുൻപാകെ ജീവിതം മുൻപോട്ട് നയിക്കാനല്ല, അതിനപ്പുറമായി ഒരു നിത്യത ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ പിന്നെയും ഒരുക്കത്തോടെ ചുവട് മുന്നോട്ട് വെക്കുവാൻ ദൈവാത്മ നമ്മോട് ഇടപെട്ടല്ലോ. ഓടിയതും അധ്വാനിച്ചതും ഒരിക്കലും വൃതമായി തീരരുത്.
ആ നിത്യ തുറമുഖത്ത് ചെന്നെത്തുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് ശക്തിയോട് ആഹ്വാനം ചെയ്തു. അതിനുവേണ്ടി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. എന്തെല്ലാം നഷ്ടമാക്കേണ്ടി വന്നാലും, എന്തെല്ലാം ഈ ഭൂമിയിൽ ചപ്പന്നും ചവറന്നും എണ്ണേണ്ടി വന്നാലും, ദൈവത്തിൻ്റെ പൈതലേ, അതോർത്ത് നീ വേദനിക്കുകയല്ല. അതിനപ്പുറമായി നീ ആനന്ദിക്കണം. എനിക്കൊരു നിത്യതയുണ്ട്. ഞാൻ ആ നിത്യതയ്ക്ക് വേണ്ടിയാണ് എല്ലാം നഷ്ടമാക്കിയത്. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവിക സന്ദേശത്തിന് മുൻപാകെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ശുശ്രൂഷകൾക്ക് തന്നെ ദാസനെ അധികാരപ്പെടുത്തിയല്ലോ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. നൽകപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യാം. പകർന്ന വിടുതലിനായി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, തലവണക്കിരിക്കുന്ന എല്ലാ ജീവിതങ്ങളുടെ മേലും, ഈ ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ മേലും, കടന്നു വരുന്ന എല്ലാ ദൈവദാസന്മാരുടെ മേലും ഇപ്പോഴും നീക്കും യേശു ക്രിസ്തുവിൻ രണ്ടാം വരവിലുണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ആമേൻ. കർത്താവേ, സമാധാനത്തോടെ മടങ്ങിപ്പോകാം.